ഹലോ മക്കളെ, ഓർമ്മയോടെ തന്നെ ഞാൻ കാവ്യ. നമ്മൾ ഇന്നലെ കഴിഞ്ഞ സെഷനിൽ നമ്മൾ പഠിച്ചത് ഗ്യാസ് ലോസ് ഒക്കെ പഠിച്ചു. മൂന്ന് ഗ്യാസ് ലോസ് നമ്മൾ പഠിച്ചു. ആദ്യം ബോയിൽസ് ലോ പറഞ്ഞു, പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ലോ ചാൾസ് ലോ പറഞ്ഞു, അത് കഴിഞ്ഞ് അവഗാഡ്രോസ് ലോ പറഞ്ഞു, പിന്നെ ബോയിൽസ് ലോയും ചാൾസ് ലോയും കമ്പൈൻ ചെയ്തിട്ടുള്ള ഇക്വേഷൻ പറഞ്ഞു. ഞാൻ പഠിപ്പിക്കുന്ന ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് ആണ്. അത് പക്ഷേ നിങ്ങളുടെ ഗ്യാസ് പോലെ തന്നെ ഈ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ വെളിയിലേക്ക് പോകരുത് കേട്ടോ. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ ലോസിനെ കുറിച്ചും കുറച്ച് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററും ഒക്കെ കഴിഞ്ഞ സെഷൻസിൽ ഡിസ്കസ് ചെയ്തു. ഇനി ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗത്തേക്ക് കിടക്കുകയാണ്. ആക്ച്വലി എക്സാംസിന് ഈ പാർട്ടിയിൽ നിന്ന് വരുന്ന ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ആണ്. അപ്പൊ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗത്തേക്ക് പറയുകയാണ്, വിച്ച് ഇസ് നൺ അതർ ദാൻ മോൾ കോൺസെപ്റ്റ്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് മോൾ കോൺസെപ്റ്റിനെ പറ്റിയാണ്. ഇത് കുറച്ച് പേർക്കെങ്കിലും കുറച്ച് തെറ്റിപ്പോകുന്ന ചാപ്റ്റർ, പക്ഷെ നമുക്ക് കാര്യം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാകും. കുറച്ച് പേർക്കൊക്കെ ഡിഫിക്കൽട്ടായ ചാപ്റ്റർ ആണെന്ന് അറിയാം, പക്ഷെ ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഈ ഒരു 50 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് എൻ്റെ കൂടെ തന്നെ ഹൃദയം വിശാലാക്കി നിങ്ങൾ എൻ്റെ കൂടെ മറ്റൊന്നും ചിന്തിക്കാതെ ഇരുന്നാൽ മതി. നിങ്ങൾ ഇത് കാണുമ്പോൾ ഒന്ന് സൈഡിലൊരു പേപ്പറൊക്കെ എടുത്തു വെച്ചോ, കാരണം നമ്മൾ 1-2 പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പോകുന്നുണ്ട് ഇപ്പം തന്നെ. അപ്പൊ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ നിന്നാൽ മതി, മറ്റൊന്നും ചിന്തിക്കേണ്ട. എൻ്റെ കൂടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പിന്നീട് എടുത്തു നോക്കി പഠിക്കേണ്ടി വരില്ല, അതിന് ഞാൻ ഗ്യാരണ്ടി. കാരണം ഈ ക്ലാസ് നിങ്ങൾ കണ്ടു കഴിയുമ്പോഴേക്കും ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചുകൊണ്ടാണ് അങ്ങ് പോകുന്നത്. ഇത് കേട്ടിരുന്നാൽ മതി, ഞാൻ പറയുന്നത് കേട്ടിരിക്കാം. ഒപ്പം പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഒന്ന് ചെയ്യാൻ നോക്കാം. ഒരു 2-3 വാല്യൂസ് ഉണ്ട്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് മാത്ത് പ്രോബ്ലംസ് ആണ്. കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് സമയം കളയാണ്ട് എന്താണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ മോൾ കോൺസെപ്റ്റിനെ കുറിച്ചാണ്, അതായത് ഈ ഭാഗത്തേക്ക് കുറിച്ചാണ് പറയണേന്ന് പറഞ്ഞു. മോളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ മോൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു പേടി വരും. അപ്പൊ നമ്മൾ ഈ മോൾ എന്താണെന്ന് പരിചയപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു ഷൂ കടയിൽ പോയി, നിങ്ങൾ ഷൂസ് പറഞ്ഞു. കടക്കാരൻ ചോദിക്കുക നിങ്ങളുടെ അടുത്ത് സൈസ് എത്രയാണ്, നിങ്ങൾ 6-7 നിങ്ങളുടെ ഷൂ സൈസ് പറഞ്ഞു. കടക്കാരനകത്ത് പോയിട്ട് ഷൂ എടുത്തുകൊണ്ട് വരും. നിങ്ങൾക്ക് കിട്ടുന്ന ഷൂ ഒരു ഷൂ ആണോ, അതോ ആ ബോക്സിൽ ഉണ്ടാവുന്ന 2 ഷൂസ് ആണോ? ഓഫ്കോഴ്സ് 2 ഷൂസ് ആണ്, കാരണം നമുക്ക് 2 കാലുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ പറയാ, നിങ്ങൾക്ക് എപ്പോഴും ഷൂസ് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ഒരു ജോഡി ഷൂസ് ആയിട്ടാണ് തരിക, അങ്ങനെയാണ് കിട്ടുന്നത്. കാരണം നമുക്ക് 2 കാലുകളുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഷൂസിനെ ഇങ്ങനെ 2 ജോഡിയായിട്ട് കിട്ടുന്നതിനാണ് ഇംഗ്ലീഷിൽ പെയർ എന്ന് വിളിക്കുന്നത്, അല്ലെ? പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എണ്ണം വരുമ്പോൾ പെയർ എന്ന് പറയും. പിന്നെ മൂന്നാമത്തെ കാര്യം, എഗ്സ്. നമ്മൾ മുട്ട വാങ്ങാറുണ്ട് വീട്ടിൽ, മുട്ട കൂട്ടുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ മുട്ട വാങ്ങാൻ പോകുമ്പോൾ ഒരു 12 മുട്ടേനെ പറയുന്നത് എങ്ങനെയാ? അല്ലെങ്കിൽ വള വാങ്ങാൻ പോകുമ്പോൾ ഒരു 12 എണ്ണം കൂടുമ്പോൾ നമ്മൾ ഒരു ബഞ്ച് ഓഫ് കുപ്പിവളകൾ, ഇപ്പൊ പെൺകുട്ടികൾ കുപ്പിവളകൾ ഇടുന്നത് റെയർ ആണ്, എന്നാലും നമുക്ക് ഫെയർവെൽ ഒക്കെ വരുമല്ലേ, അല്ലെങ്കിൽ ഓണം കഴിഞ്ഞിട്ടുണ്ടാവില്ല, ഓണം സെലിബ്രേഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു സാരി എടുത്തോ പട്ടുപാടി ഇട്ടോ അതിന്റെ കൂടെ മാച്ചിങ് ആയിട്ട് കുപ്പിവളയോ അങ്ങനെ വളകൾ ഇട്ടിട്ടുണ്ടാവില്ലേ. അപ്പൊ വളകൾ നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് 6-6 2 കയ്യിലും കൂടെ 6-6 12 വളകൾ കിട്ടും. ഇനി വള ഇടാത്തവരാണ്, ഇപ്പൊ വളയൊന്നും നോക്കാറില്ല എന്നുണ്ടെങ്കിൽ ശരി, നിങ്ങൾ വീടുകളിൽ മുട്ട വാങ്ങുമല്ലോ. അപ്പൊ മുട്ട വാങ്ങുമ്പോൾ നമ്മൾ പോയിട്ട് ഇങ്ങനെ സൂപ്പർ മാർക്കറ്റ്സിൽ നിന്ന് ഇങ്ങനെ ഒരു സെറ്റായിട്ട് വാങ്ങുവാണെങ്കിൽ 12 മുട്ടയുടെ ഒരു സെറ്റ് ആയിരിക്കും ഉണ്ടാവണേ. അപ്പൊ നമ്മൾ ഇതിനെ എന്താ വിളിക്കുക? ഡസൻ ഓഫ് എഗ്സ് എന്നാണ്, ഡസൻ എന്നാണ് വിളിക്കുക. അതായത് ഡസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 എണ്ണത്തെ ഒരുമിച്ച് വിളിച്ച പേരാണ് ഡസൻ. ഇതുപോലെ തന്നെ കെമിസ്ട്രിയിലും നമുക്കൊരു ഇങ്ങനെ ഒരു സെർട്ടൈൻ നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോൾ എന്ന്. മോൾ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താ? ഒരു സെർട്ടൈൻ നമ്പേഴ്സ്, ഒരു സെർട്ടൈൻ വാല്യൂസിനെയാണ് നമ്മൾ മോൾ എന്ന് വിളിച്ചത്. അതായത് 2 എണ്ണം വന്നപ്പോൾ പെയർ എന്ന് നമ്മൾ വിളിച്ചു, 12 എണ്ണം വന്നപ്പോൾ ഡസൻ എന്ന് വിളിച്ചു. അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ ഒരു കാര്യമാണ് മോൾ. അപ്പൊ ഈ മോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെർട്ടൈൻ വാല്യൂ ആന്ന് പറഞ്ഞു. ആ വാല്യൂ എന്താണ്? 6.022 into 10⁻23. ഞാൻ ഈ വാല്യൂ ഈ വീഡിയോയിൽ മൊത്തം ഇങ്ങനെ ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് പറയും. കാര്യം വേറൊന്നുമല്ല, നിങ്ങളുടെ മണ്ടയിലേക്ക് നന്നായിട്ടും കയറാനാണ്. വീഡിയോ കഴിയും, അതുകൊണ്ട് ഒരു 3-4-5 പ്രാവശ്യത്തിൽ കൂടുതൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കും. 6.022 into 10⁻23, 6.0 into 10⁻23, ഇങ്ങനെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് അങ്ങോട്ട് ഈ ചാപ്റ്റർ മൊത്തം, നിങ്ങളുടെ ചാപ്റ്റർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ വാല്യൂ എഴുതിക്കൊണ്ടാണ് തുടങ്ങണേ. ഇനി അങ്ങോട്ട് മൊത്തം ഈ വാല്യൂസ് ആയിരിക്കും.
അപ്പോൾ ഇത് നമ്മൾ കാണാപ്പാഠം പഠിച്ചിരിക്കണം, മഗപ്പ് ചെയ്യണം. ഈ വാല്യൂ വിട്ടിട്ട് ഒരു കളി ഉണ്ടാവില്ല. 6.022 ഇൻറ്റു 10⁻23 പറഞ്ഞു. ഇപ്പൊ ഞാൻ തന്നെ 3-4 പ്രാവശ്യം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് തലയിൽ ഏകദേശം കയറി കാണും. ഇനി നമ്മൾ ഈ ചാപ്റ്ററും കൊണ്ട് കുറെ പ്രോബ്ലംസ് ഒക്കെ നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് പഠിക്കും. സോ പേടിക്കണ്ട നമ്പർ കണ്ടിട്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ മോളെന്ന് വിളിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ വാല്യൂവിനെ, ഈ 6.022 ഇൻറ്റു 10⁻23 എന്ന് പറയുന്ന വാല്യൂവിനെ, ഈ നമ്പറിനെ ആണ് നമ്മൾ NA ഇങ്ങനെ എഴുതുന്നത്, അഥവാ അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. ഒരു ഇറ്റാലിയൻ സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു ബഹുമാനാർത്ഥം, പുള്ളിക്കുള്ള ഒരു ബഹുമാനാർത്ഥം, അതായത് ഒരു റെസ്പെക്ട് എന്നോണം നമ്മൾ ആണ് ഈ നമ്പർ പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് അമീഡിയോ അവഗാഡ്രോ എന്നാണ്. അപ്പൊ അദ്ദേഹത്തിനോടുള്ള ഒരു ഹോണർ ആയിട്ടാണ് നമ്മൾ ഈ നമ്പറിനെ അവഗാഡ്രോ നമ്പേഴ്സ് എന്ന് വിളിച്ചത്. ഏത് നമ്പറിനെ? 6.022 ഇൻറ്റു 10⁻23. ഇതാണ് NA അഥവാ അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. ഇനി മക്കളെ ഞാൻ പറയട്ടെ, നമ്മള് അവഗാഡ്രോ നമ്പർ എന്താന്ന് പറഞ്ഞു. ഇനി ഈ നമ്പർ എന്താണ് ഈ നമ്പർ കൊണ്ട് ഇത്ര ഉപയോഗം, എന്തിനാണ് ഈ നമ്പറിന് ഇത്ര പ്രത്യേകത, എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു യൂണിറ്റ് ഒക്കെ ഇട്ടത് എന്ന് നോക്കും. അതായത് നമ്മൾ കഴിഞ്ഞ സെഷൻസിൽ ഞാൻ പറഞ്ഞു വോളിയം, നിങ്ങൾ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസ് ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു അല്ലെ കഴിഞ്ഞ സെഷൻസിൽ. എന്തൊക്കെയാ പ്രോപ്പർട്ടീസ്? നമ്മുടെ വോളിയം, ടെമ്പറേച്ചർ, അങ്ങനത്തെയാണ്. അതാ ഈ വോളിയം, ടെമ്പറേച്ചർ ഇതൊക്കെ മെഷറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്യാസസ് ആണ്. ഇതിനെല്ലാത്തിനും യൂണിറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അല്ലെ. അപ്പൊ യൂണിറ്റിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ കെമിസ്ട്രിയിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ഏതാണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ യൂണിറ്റും കൂടിയാണ് ഈ പറയുന്ന അവഗാഡ്രോ യൂണിറ്റ്. അതിന്റെ അവഗാഡ്രോ നമ്പർ SI യൂണിറ്റ് ആണ് അവഗാഡ്രോ നമ്പർ. ആൻഡ് അതിന്റെ വാല്യൂ ആണ് ഈ തന്നിരിക്കുന്ന സംഭവം. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. ഇനി ഞാൻ അടുത്തതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കുറച്ചൊരു ഔട്ട്സൈഡ് ദ ബോക്സ് ഒരു കാര്യം പറഞ്ഞുതരാം. ഐസോടോപ്സ് കുഞ്ഞു ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് തന്നെയാണ്, ചിലപ്പോൾ മറന്നുപോയി കാണും. ഈ മറന്നുപോയി എന്നുള്ളത് പേടിക്കൊന്നും വേണ്ട, കാരണം മുന്നോട്ടുള്ള ക്ലാസ്സിൽ നിങ്ങളിപ്പോൾ കുഞ്ഞാണ്, സയൻസ് എടുക്കുന്നവർക്കാണെങ്കിൽ ഈ ടേംസ് വീണ്ടും വീണ്ടും കുറെ എടുത്ത് ഡിഗ്രിക്ക് പോയാൽ അവിടെയും കാണും. വേറൊന്നുമല്ല, ഐസോടോപ്സ് എന്നൊരു സംഭവമുണ്ട്. ഈ ഐസോടോപ്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലില്ല, ഇപ്പൊ പറയണില്ല. പക്ഷെ ഞാനൊന്ന് അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ നമ്മളുടെ മോളിക്യൂൾ ഉണ്ടാവുന്നത് ആറ്റംസിലൂടെയാണ്. അപ്പോ ഈ പറയുന്ന ആറ്റംസ് എന്ന് പറയുന്ന സാധനം എങ്ങനെ ഇരിക്കുന്നത്? അതൊരു ന്യൂക്ലിയസ് ഉണ്ടാവും. ആ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് പാസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ആറ്റം. അപ്പോ ഈ പറയുന്ന ഒരു ഇതിനെ ഈ നടുക്ക് നിൽക്കുന്ന സാധനമാണ് ന്യൂക്ലിയസ്. അതിനെ ചുറ്റും ഈ സോളാർ സിസ്റ്റത്തിന്, സണ്ണിന് ചുറ്റും ഗ്രഹങ്ങൾ വളയം ചെയ്യുന്നു എന്ന് പറയുന്ന പോലെ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറയുന്ന ന്യൂക്ലിയസും ചെറുതായിട്ട് കറങ്ങുന്നുണ്ട്. ഈ ന്യൂക്ലിയസ് നോക്കിക്കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയസിനെ വീണ്ടും നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം രണ്ടായിട്ട്. രണ്ട് കാര്യങ്ങളുണ്ട്. അതൊന്നുമല്ല, പ്രോട്ടോണും പിന്നെ വരുന്നത് ന്യൂട്രോണുമാണ്. ഓക്കെ, പ്രോട്ടോണും ന്യൂട്രോണും ചേർന്നാണ് ആറ്റംസിന്റെ ന്യൂക്ലിയസ് ഉണ്ടാവുന്നത്. ഓക്കെ, ആറ്റംസിന് രണ്ട് സംഭവങ്ങളുണ്ട്, ഇലക്ട്രോൺസും ന്യൂക്ലിയസും. അതിനകത്തുള്ള ന്യൂക്ലിയസിന് പിന്നെയും ഡിവൈഡ് ചെയ്ത് ന്യൂക്ലിയസിനുള്ളിൽ രണ്ട് കാര്യങ്ങൾ കാണാൻ പറ്റും. അതാണ് ഈ പറയുന്ന പ്രോട്ടോൺസും ന്യൂട്രോൺസും. ഓക്കെ, ഇനി ഐസോടോപ്സ് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരേ എലിമെന്റ് ആണെങ്കിൽ അതിന്റെ പ്രോട്ടോൺ നമ്പർ സെയിം ആയിരിക്കും. അതായത് ഇപ്പൊ ഒരു ബഞ്ച് ഓഫ് ഒരു 3-4 ഹൈഡ്രജൻ ഞാൻ എടുത്തു വെച്ചേക്കാം, ഹൈഡ്രജൻ ആറ്റം. അപ്പോൾ ഈ ഹൈഡ്രജൻ ആറ്റത്തിനെ പോലെ ആ ഹൈഡ്രജൻ ആറ്റത്തിന്റെ എല്ലാത്തിന്റെയും പ്രോട്ടോൺസ് സെയിം ആയിരിക്കും. പക്ഷെ ചിലപ്പോ അതിന്റെ ന്യൂട്രോൺസ്, അതായത് ഒരേ എലിമെന്റിന്റെ തന്നെ ന്യൂട്രോൺസിൽ ചെറിയ വേരിയേഷൻസ് വരും. അതായത് ഇപ്പൊ ഹൈഡ്രജൻ ആറ്റം നമുക്ക് എടുക്കാം എക്സാമ്പിൾ ആയിട്ട്. ഹൈഡ്രജൻ ആറ്റം എക്സാമ്പിൾ ആക്കി ഞാൻ എടുത്തു. ഹൈഡ്രജൻ ആറ്റത്തിന്റെ ഞാൻ പറഞ്ഞു, ഹൈഡ്രജൻ ആറ്റം നമുക്ക് എല്ലാവർക്കും അറിയാം 1 ആണ് അതിന്റെ മാസ് നമ്പറും അറ്റോമിക് നമ്പറും വരുന്നത്. ഓക്കെ, മാസ് നമ്പർ എന്ന് പറയുന്നത് ഈ പ്രോട്ടോണും ന്യൂട്രോണും കൂടെ പ്ലസ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഇനി സംടൈംസ് ഈ പറയുന്ന ന്യൂട്രോൺസിന്റെ ഉള്ള വ്യത്യാസം കാരണം ഈ 1 എന്നുള്ളത് ചിലപ്പോൾ 2 വരാം. അതായത് ന്യൂട്രോൺസിന്റെ എമൗണ്ട് മാറി മാറി വരും. ആദ്യത്തേന് ചിലപ്പോൾ 1 ന്യൂട്രോണേ ഉണ്ടാവുള്ളൂ, മറ്റേതിന് ചിലപ്പോൾ 2 കാണും.
അങ്ങനെ വരുമ്പോൾ ഹൈഡ്രജന് തന്നെ അങ്ങനെ ഡിഫറൻസ് ഇൻ ന്യൂട്രോൺസ് വരുന്നതിനെയാണ് നമ്മൾ ഐസോടോപ്സ് എന്ന് വിളിച്ചത്. അങ്ങനെ പറയുകയാണെങ്കിൽ ഹൈഡ്രജന് 3 ടൈപ്പ് ഉണ്ട്. അതായത് ഒന്ന് ഇങ്ങനെ 1-1 വരുന്നത്, 2-1 വരുന്നത്, 3-1 വരുന്നത്. അപ്പൊ ഈ 1-1 വരുന്നതിനെ നമ്മൾ വിളിച്ച പേരാണ് പ്രോട്ടോണിയം. 2-1 വരുന്നതിനെ വിളിച്ചതാണ് ഡ്യൂട്ടീരിയം, 3-1 ട്രൈഷ്യം. ഇതാണ് ഹൈഡ്രജന്റെ കേസിലെ 3 ഐസോടോപ്സ്. ഇവിടെയിൽ അതായത് ദ എലിമെന്റ്സ് വിച്ച് ഹാവിങ് സെയിം പ്രോട്ടോൺ നമ്പർ ബട്ട് ഡിഫറൻസ് ഇൻ ന്യൂട്രോൺ നമ്പേഴ്സ്, അതാണ് ഐസോടോപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഹൈഡ്രജന് ഇതുപോലെ മിക്ക എലിമെന്റ്സിനും ഉണ്ട്. പക്ഷെ മോസ്റ്റ് കോമൺ നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതം ഇവനായിരിക്കും. ഹൈഡ്രജന്റെ കേസിൽ H11, അതായത് പ്രോട്ടോണിയം ആണ് ഏറ്റവും കോമണും അബണ്ടന്റും ആൻഡ് സ്റ്റേബിൾ ആയിട്ടുള്ളത്. ഇവ രണ്ടെണ്ണവും 2-1ഉം 3-1ഉം ഹൈഡ്രജന്റെ കാര്യത്തിൽ. ട്രൈഷ്യോ അതുപോലെ തന്നെ ഡ്യൂട്ടീരിയോ സ്റ്റേബിൾ അല്ല, അത്രയ്ക്ക് കമ്പാരിറ്റീവ്ലി വളരെ കുറവായിരിക്കും. ആൻഡ് ഡ്യൂട്ടീരിയം ഭയങ്കര ഹെവിയാണ്, ബാറ്ററി വാട്ടറിലൊക്കെ അതാണുള്ളത്. ഇനി സെക്കൻഡ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കാർബണിന്റെ കേസ് എടുക്കാൻ, കാർബണിനും ഹൈഡ്രജനെ പോലെ തന്നെ 3 ഐസോടോപ്സ് ഉണ്ട്. വേറെ എലിമെന്റ്സിനൊക്കെ ഉണ്ട് കേട്ടോ കുറെ, പക്ഷെ നമുക്കിപ്പോ കാർബൺ നോക്കിയാൽ മതി. കാർബൺ ആണല്ലോ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന കെമിസ്ട്രിയുടെ മെയിൻ സംഭവം. അതുകൊണ്ട് കാർബണിന്റെ കേസിൽ നമുക്ക് ഇതുപോലെ തന്നെ 3 ഐസോടോപ്സ് ഉണ്ട്. കാർബൺ 12 ഉണ്ട്, കാർബൺ 13 ഉണ്ട് ആൻഡ് കാർബൺ 14 ഉണ്ട്. ഓക്കെ, ഇതിൽ കാർബൺ 12 ആണ് മോസ്റ്റ് കോമൺ ആൻഡ് മോസ്റ്റ് അബണ്ടന്റ് ആൻഡ് മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള സാധനം. ആൻഡ് വളരെ സ്റ്റേബിൾ ആണ്, കൂടുതലും അബണ്ടന്റ് എന്നാണ് കാണാൻ പറ്റും. ഒരുപാട് നമുക്ക് അവൈലബിലിറ്റി കൂടുതലാണ് കാർബൺ 12. കാർബൺ 13 പിന്നെ സ്റ്റേബിൾ ഒക്കെ തന്നെയാണ്, പക്ഷെ കാർബൺ 12ന്റെ അത്രയും അബണ്ടന്റ് അല്ല പുള്ളിക്കാര്. ആൻഡ് കാർബൺ 14 ആകട്ടെ ഒട്ടും സ്റ്റേബിൾ അല്ല. അവര് പറയുകയാണെങ്കിൽ ഇങ്ങനെ, അതായത് റേഡിയോ ആക്റ്റീവ് ആണ്. അതായത് ഇങ്ങനെ റേഡിയോ ആക്റ്റീവ് ഒക്കെ നമുക്ക് കുറച്ചുകൂടെ മുതിർന്ന ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പഠിക്കും. അപ്പം ഈ നിങ്ങൾ ജുറാസിക് പാർക്ക് സിനിമ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതിനകത്ത് ഡിനോസേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാധനം ശരിക്കും ജുറാസിക് വേൾഡ് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഡിനോസേഴ്സ് ഒക്കെ ഉണ്ടായിരുന്ന സംഭവമാണ്. ഇപ്പൊ ഒരു ഉൽക്ക വന്ന് വീണൊക്കെയാണ് അത് ശരിക്കും മനുഷ്യനേക്കാളും കൂടുതൽ ഒരു കാലത്ത് ഈ വേൾഡിൽ കൂടുതലും ഡൈനോസേഴ്സ് ആയിരുന്നു. ആൻഡ് അത് ഉൽക്ക വന്ന് പതിച്ചാണ് വംശനാശം നേരിട്ട് അങ്ങ് എക്സ്റ്റെൻഡ് ആയി പോവുകയാണ് ചെയ്തത്. ആൻഡ് ഇപ്പോൾ മോഡേൺ സയൻസിൽ ചിലതൊക്കെ പറയുന്നുണ്ട്, ഈ നമ്മളുടെ കോഴിയില്ലേ, കോഴിയുടെ മുതുമുത്തച്ഛന്മാരാണ് ഈ പറയുന്ന ഡൈനോസേഴ്സ് എന്ന്. കോഴിയിൽ നിന്നും പിന്നീടും ഡൈനോസേഴ്സിനെ സൃഷ്ടിക്കാനുള്ള ഗവേഷണമൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ വന്നിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. കാരണം എത്ര നാളെന്ന് കരുതി ഈ പൂരത്തിനൊക്കെ ആനേനെ എഴുന്നള്ളിച്ച് നടക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ, ഡൈനോസേഴ്സ് നെറ്റിപ്പട്ടമൊക്കെ കെട്ടി നിൽക്കുന്നത്. സുന്ദരം. ഓക്കെ, അത് അങ്ങനെ ഡൈനോസേഴ്സിനെ മ്യൂസിയത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ, പുറത്ത് ഒക്കെ പോകുമ്പോഴാണെങ്കിൽ മ്യൂസിയത്തിലൊക്കെ ഡൈനോസേഴ്സിന്റെ ഒക്കെ ബോൺസ് ഇപ്പോഴും കാണാം. ഡൈനോസേഴ്സിനെ മാത്രമല്ല മാമത്തിന്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോ നമുക്ക് ഈ ഒറ്റപ്പെട്ട് മൃതദേഹങ്ങൾ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഫോറൻസിക് ആൾക്കാർ വരും. അങ്ങനെയുള്ള വരുമ്പോൾ ഇതിന്റെ ബോൺസിൽ നിന്നും ആണ് നമ്മളുടെ ബോൺസിലുള്ള കണ്ടന്റ് ആണ് കാർബൺ. അപ്പൊ അത് കാർബൺ വെച്ചിട്ടാണ് ഈ പല ഏൻഷ്യൻ സബ്സ്റ്റൻസിന്റെ നമ്മുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ ഡൈനോസേഴ്സ് നശിച്ചു പോയി ഇത്ര വർഷമാകുന്നു എന്ന് നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുന്നത്? അത് ഈ പറയുന്ന കാർബൺ 14, അതായത് ഇങ്ങനത്തെ റേഡിയോ ആക്റ്റീവ് സ്പീഷീസിന്റെ ലൈഫ് സ്പാൻ, ഹാഫ് ലൈഫ് കണ്ടെത്തിക്കൊണ്ട് ആണ് ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ, ഒരു ഔട്ട്സൈഡ് ബോക്സ് ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി. എനിവേ, നമുക്കിവിടെ മെയിൻ ആയിട്ട് വേണ്ടത് കാർബൺ 12 ആണ്. അങ്ങനെ കാർബണിന് 3 ഐസോടോപ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇനി 3 ഐസോടോപ്സിൽ കാർബണിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാർബൺ 12 ആറ്റം എന്ന് വരുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്കൊന്ന് മായ്ച്ചു കളഞ്ഞേക്കാം. ഞാൻ ഇതിനകത്ത് ഇപ്പൊ ചർച്ച ചെയ്യാൻ പോകുന്നത് ബാക്കിയുള്ള കാർബൺ 12നെ പറ്റിയായിരിക്കും. ഇനി റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു ഹെഡിങ് ഉണ്ട്. അപ്പൊ അത് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ കമ്പയർ ചെയ്യും. ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവായിട്ട് വെച്ച് ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കും അല്ലെ? അതായത് KGF സിനിമ ഇറങ്ങിയപ്പോൾ ഭയങ്കര വയലൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് വയലൻസ് ആവശ്യപ്പെട്ട സിനിമ വന്നപ്പോൾ മോസ്റ്റ്ലി ആൾക്കാർ ചോദിച്ച ചോദ്യമാണ്, KGF പോലെ അതിൽ വയലൻസ് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. മാർക്കോ മൂവി നിങ്ങൾക്ക് അറിയാലോ, ആ മൂവി ഫസ്റ്റ് ഇറങ്ങാൻ നേരത്ത് ചോദിച്ചത് KGF പോലെ വയലൻസ് ആണോ എന്നാ. കാരണം അതായത് 2 മൂവീസിനെ വെച്ച്,
അത് രണ്ട് സെയിം കാറ്റഗറിയിലുള്ള സാധനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യും. അതാണ് അങ്ങനെ കമ്പാരിസൺ നമുക്ക് ചെയ്യും. ഇതുപോലെ തന്നെ ഒരു ആറ്റത്തിന്റെ മാസ് സ്റ്റാൻഡേർഡ് മാസ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ട് ബാക്കിയുള്ള ആറ്റംസിനെ അത് വെച്ച് കമ്പയർ ചെയ്യുന്നതാണ് നമ്മൾ റിലേറ്റീവ് മാസ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ അങ്ങനെ സ്റ്റാൻഡേർഡ് ആക്കി വെച്ചിരിക്കുന്നത് കാർബൺ 12ന്റെ മാസ് ആണ്. അപ്പോൾ റിലേറ്റീവ് മാസ് എന്ന് പറയുന്നത് കാർബൺ 12ന്റെ 1/12 പാർട്ടിന്റെ മാസിനെയാണ് നമ്മൾ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ റിലേറ്റീവ് എന്താന്ന് പറഞ്ഞു, അങ്ങനെ കാർബൺ 12 എന്താ പറഞ്ഞത്, കാർബൺ 12 ആറ്റത്തിന്റെ 1/12 മാസാണ് നമ്മൾ ബാക്കി റിലേറ്റീവ് അറ്റോമിക് മാസ് ആയിട്ട് എടുക്കുന്നത്. ഇനി യു വാല്യൂ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. എന്താണ് ഈ പറയുന്നത്? അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ കാർബണിന്റെ ആകട്ടെ, കാർബൺ ആറ്റമായ സ്റ്റേറ്റിലാവട്ടെ അല്ലെങ്കിൽ മോളിക്യൂൾസ്, ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓക്സിജൻ ആറ്റത്തിന്റെ കണ്ടീഷനും അതുപോലെ തന്നെ ഓക്സിജൻ മോളിക്യൂളിന്റെ കണ്ടീഷനും, രണ്ട് കണ്ടീഷൻസിലും നമ്മൾ ഇവരെ പറയുന്നത്, അതായത് ഇവരുടെ തൂക്കം മാസ് എക്സ്പ്രസ് ചെയ്യുന്നത് ഗ്രാംസിലാണ്. ഓക്കെ, ഇപ്പൊ ഓക്സിജന്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം 16 ഗ്രാംസ്, അതായത് പീരിയോഡിക് ടേബിളിന്റെ മേളിൽ ഒരു സംഭവം, അതായത് ഒരു എലിമെന്റ് എഴുതി അതിന്റെ മേളിൽ ഏത് ഡിനോട്ട് ചെയ്യുന്ന മേളിൽ എഴുതുന്ന സംഖ്യ ആയിരിക്കും നമ്മുടെ മാസ് നമ്പർ, താഴെ അതിന്റെ അറ്റോമിക് നമ്പർ എഴുതും. അത് നമുക്കറിയാലോ. അപ്പോൾ ഈ മാസ് നമ്പർ എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നതില്ല, ഗ്രാംസിലാണ്. അത് ഏത് ആറ്റംസ് ആയിക്കോട്ടെ അതല്ലെങ്കിൽ മോളിക്യൂൾസ് ആവട്ടെ, രണ്ടായാലും അതിനെ ചെയ്യുന്നത് ഗ്രാംസിൽ ചെയ്യുന്നത് എപ്പോഴും വെയിറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മൾ ഗ്രാംസിലായിരിക്കും രണ്ടെണ്ണത്തിന്റെ. അങ്ങനെ വരുവാണെങ്കിൽ, അങ്ങനത്തെ കേസ് ആണെങ്കിൽ ഓരോന്നിനും 12 ഗ്രാംസ് എന്നുണ്ട്. ഇപ്പൊ കാർബണിന്റെ കേസ് ആണെങ്കിൽ 12 ഗ്രാം, ഓക്സിജന്റെ കേസ് ആണെങ്കിൽ 16 ഗ്രാംസ്, അങ്ങനെ നമ്മൾ പറയുവാണ്. ആക്ച്വലി ഈ ഗ്രാംസ് എന്ന് ഉദ്ദേശിച്ചത് ആ പറയുന്ന ഓക്സിജൻ, രണ്ട് ഓക്സിജൻ മോളിക്യൂളിന്റെ അല്ലെങ്കിൽ ഒരു ഓക്സിജന്റെ ഗ്രാം ആണോ? എടാ, നിങ്ങൾ വീട്ടിൽ നിങ്ങൾ അരി വാങ്ങാൻ പോയി, 1 കിലോ അല്ലെങ്കിൽ പഞ്ചസാര വാങ്ങാൻ പോയി, നിങ്ങളോട് അമ്മ പറയാണ് 1 കിലോ പഞ്ചസാര വാങ്ങി വരാൻ. നിങ്ങൾ 1 കിലോ പഞ്ചസാര ഒരു പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നു. ആ പാക്കറ്റില് 1 കിലോ പഞ്ചസാര എന്ന് ഉദ്ദേശിച്ചത് ഒരു തരിയുടെ തൂക്കമായിരിക്കോ അതോ മൊത്തമുള്ള പഞ്ചസാരയുടെ 1 കിലോ ആയിട്ടാണോ കൺസിഡർ ചെയ്യുന്നത്? ഓഫ് കോഴ്സ് 1 കിലോ പഞ്ചസാര എന്ന് പറഞ്ഞു പോയാൽ സംഭവം പഞ്ചസാരയാണ്. ഒരു തരി എന്ന് പറയുമ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ കാർബണിന്റെ ഈ 12 ഗ്രാം എന്ന് പറയുന്നത്, ആറ്റം എന്ന് പറഞ്ഞാൽ പഞ്ചസാര തരി അറ്റ്ലീസ്റ്റ് കയ്യിൽ വെച്ച് നമുക്ക് കാണാം. ആറ്റം എന്ന് പറയുന്ന സാധനം നമ്മുടെ നേക്ഡ് ഐസിൽ കാണാൻ പോലും പറ്റുന്നില്ല. അപ്പൊ അതിന്റെ മാസ് എങ്ങനെയാണ് 12 ഗ്രാം ആവുന്നത്? അപ്പൊ പിന്നെ എന്താണ് ഈ 12 ഗ്രാം അല്ലെ? നിങ്ങൾക്ക് 1 കിലോ അരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അരിമണിയുടെ തൂക്കമാണോ 1 കിലോ? അല്ല, കുറെ അരിമണികളുടെ തൂക്കത്തെയാണ് നമ്മൾ 1 കിലോ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് കെമിസ്ട്രിയിലെ കേസും. ഈ 12 ഗ്രാം എന്ന് ഉദ്ദേശിച്ചത് ഒരിക്കലും ഒരു ആറ്റത്തിന്റെ അതായത് 12 ഗ്രാം എന്ന് പറയുന്ന ആറ്റം, കാർബൺ ആറ്റത്തിന്റെ മാസ് അല്ല. ഓക്കെ, അപ്പൊ പിന്നെ എന്താണ് ഈ 12 ഗ്രാം? അതാണ് ക്വസ്റ്റ്യൻ. അത് വേറൊന്നുമല്ല, ഒരു 6.022 into 10⁻23 എന്ന് ഇത്രയും പാർട്ടിക്കിൾസ് ഇല്ലേ, ഇത്രയും പാർട്ടിക്കിൾസിനെ എണ്ണി തിട്ടപ്പെടുത്തി മാറ്റി വെച്ച് ഞാൻ അളന്നു നോക്കി. അത് അളന്നു നോക്കിയപ്പോഴാണ് എനിക്ക് 12 ഗ്രാം കിട്ടിയത്. ഹൈഡ്രജന്റെ കേസിലാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഇത്രയും നമ്പർ ഓഫ് 6.022 into 10⁻23 നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഞാൻ എടുത്തു. ഇങ്ങനെ കുറെ എടുത്ത് ഒരു ഹൈഡ്രജൻ കൂട്ടിയിട്ടേക്കുവാന്ന് കരുത്. ഇമാജിൻ ചെയ്യാം, അങ്ങനെ ഒരിക്കലും പോസിബിൾ അല്ലല്ലോ. കുറെ ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. അതിൽ നിന്ന് ഞാൻ കൃത്യമായിട്ട് ഇത്രയും 6.022 into 10⁻23 നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം പെറുക്കിയെടുത്തു. എന്നിട്ട് അതിനെ തൂക്കി നോക്കി. അതിന്റെ മാസാണ് ഞാൻ 1 ഗ്രാം ആയിട്ട് കണ്ടത്. കാർബണിന്റെ കേസിലാണെങ്കിൽ ഇത്രയും പാർട്ടിക്കിൾസിന്റെ മാസ് ഞാൻ അളന്നപ്പോൾ അതാണ് എനിക്ക് 12 ഗ്രാം ആയിട്ട് കണ്ടത്. ഇതുപോലെ തന്നെയാണ് ഓക്സിജൻ, ഫ്ലൂറിൻ എല്ലാത്തിന്റെ കേസും. അതായത് മേളിലിട്ടിരിക്കുന്ന ആ നമ്പർ, നിങ്ങൾ പീരിയോഡിക് ടേബിളിൽ കാണുന്ന മാസ് നമ്പർ എക്സ്പ്രസ് ചെയ്യുന്ന ഗ്രാംസിന്റെ ഇതിലാണ്. ആ ഗ്രാം എന്ന് പറയുന്നത് കേവലം ഒരു ആറ്റത്തിന്റെ മാസ് അല്ല, ഇത്രയും ആറ്റം, ഇത്രയും പാർട്ടിക്കിൾസിന്റെ തൂക്കമാണ് എടുക്കുമ്പോഴാണ് എനിക്ക് കാർബണിന്റെ കേസിലാണെങ്കിൽ 12 എന്ന് കിട്ടിയത്, ഹൈഡ്രജന്റെ കേസിലാണെങ്കിൽ 1 എന്ന് കിട്ടിയത്,
ഓക്സിജന്റെ കേസിലാണെങ്കിൽ 16 കിട്ടിയത്, അങ്ങനെ ഓരോന്നിനും കിട്ടിയത്. ഇതിനെല്ലാത്തിലും ഇതായിരിക്കും. അതായത് കുറച്ചുകൂടെ സിമ്പിളാക്കി ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോഴും ചെയ്യാണ് നമ്മള് ഭണ്ഡാരത്തില്, അതായത് പൂജയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോകുമ്പോൾ ഭണ്ഡാരം ഉണ്ടാവും, പള്ളികളിലും കാണും. അതായത് കാണിക്കിടാൻ വേണ്ടിയിട്ടുള്ള സംഭവം. ഇതിനകത്ത് കുറച്ച് വലിയ, ഇപ്പൊ ശബരിമല അങ്ങനത്തെ ഇടങ്ങളിലാണെങ്കിൽ കുറേ ഭക്തര് വന്നിട്ട്, ഡിവോട്ടീസ് വന്ന് എപ്പോഴും പൈസ ഇടും, 1 രൂപ 2 രൂപ. ഇത് വിചാരം നിങ്ങൾ എണ്ണും എന്നാണോ ഡെയിലി എടുത്ത്? അല്ലെങ്കിൽ ഇത് ചിലപ്പോ അവര് ഈ ഭണ്ഡാരപ്പെട്ടി തുറന്നു നോക്കണത് മാസാവസാനമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ 2 മാസം 3 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും. ഒരു ഡേ തന്നെ ചിലപ്പോൾ കോടാനുകൂടി ചില്ലറ പൈസകൾ അവർക്ക് കിട്ടും. ഇത് എണ്ണാൻ നിന്ന് കഴിഞ്ഞാൽ ഇന്നൊന്നും തീരില്ല. എണ്ണി ആർക്കും അങ്ങനെ നിന്ന് എണ്ണാനും പറ്റില്ല. അപ്പൊ ഇവർ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു പെർട്ടിക്കുലർ എമൗണ്ട്, ഇപ്പോ 5 ആണെങ്കിൽ ഒരു 500 5 കോയിൻസ് എടുത്ത് അവർ വെയിറ്റ് നോക്കും. ഓക്കെ, ആ വെയിറ്റിന് ഇത്ര വാല്യൂ ഉണ്ടാവും, ഇതിനിപ്പോ എക്സ് എന്ന് കൊടുക്കാം. എന്നിട്ട് ആ വെയിറ്റിന്റെ വാല്യൂ വെച്ചിട്ടാണ് ബാക്കി ടോട്ടലായിട്ട് കൂട്ടിയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് അവർ മാസ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ മാസ് വെച്ചിട്ടാണ് ഓക്കെ ഇത്രയും പൈസ ഉണ്ടെന്ന് പറഞ്ഞത്. കാരണം 5 രൂപയുടെ കോയിന്റെ വെയിറ്റ് ആയിരിക്കില്ല 1 രൂപയുടെ കോയിന്റെ വെയിറ്റ്, ഓരോന്നിനും ഡിഫറെന്റ് ആയിരിക്കും. സോ ഒരു ബഞ്ചസ് ആയിട്ട് ഇവരെ ആദ്യം സെപ്പറേറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് അവർ വെയിറ്റ് എടുക്കും. എന്നിട്ട് ആ വെയിറ്റിന് പ്രപ്പോർഷനാലിറ്റിയുള്ള തുക കണ്ടെത്തും. അങ്ങനെയാണ് ഈസി ആക്കുന്നത്. സെയിം തിങ് ആണ് നമ്മൾ ഇവിടെയും ചെയ്തത്. എനിക്ക് കാർബണിനെ എനിക്ക് ഒറ്റയ്ക്കെടുത്ത് ഒരു കുഞ്ഞാറ്റത്തെ കയ്യിലെടുത്ത് എനിക്ക് അളക്കാൻ പറ്റില്ല. പക്ഷേ ഇത്രയും പാർട്ടിക്കിൾസ് ആക്കി എടുത്തു. അതിനെ നോക്കുമ്പോൾ അതിന്റെ വെയിറ്റ് ആണ് 12 ഗ്രാം എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു മോൾ കോൺസെപ്റ്റ് അനുസരിച്ച് ഇതെന്ന് പറയുന്നത് ഇത്രയും പാർട്ടിക്കിൾസ് ചേരുന്നതാണ് 1 മോള്. അതായത് 1 Na എന്ന് പറയുന്നത് 1 മോള്. അവഗാഡ്രോ നമ്പർ എന്താന്ന് പറഞ്ഞല്ലേ ഞാൻ. അപ്പോ 1 Na 1 അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത് 6.022 into 10⁻23 ഇത് അത്രയും പാർട്ടിക്കിൾസിന്റെ എണ്ണമാണ്. അത്രയും പാർട്ടിക്കിൾസിന്റെയാണ് 1 മോൾ ആയിട്ട് കണ്ടത്. അങ്ങനെ ആക്കണമെങ്കിൽ ഞാൻ പറയട്ടെ, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു മോളിക്യൂൾസ് ആണെങ്കിലും ആറ്റം ആണെങ്കിലും ഗ്രാംസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന്. സോ ഇത്രയും നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കാർബണിന്റെ കേസിൽ അളന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് 12 ഗ്രാം എന്ന് കിട്ടി. ഈ 12 ഗ്രാം എന്ന് പറയുന്നത് എന്താ, അതിനകത്ത് ഈ 6.022 into 10⁻23. അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് തന്നിരിക്കുന്ന ഇങ്ങനെ ആറ്റത്തിന്റെ കേസിലാണെങ്കിൽ ഇത്രയും ഇളന്ന് എടുത്ത് അതിന്റെ വെയിറ്റ് കണ്ടെത്തുന്നതാണ് ഗ്രാം അറ്റോമിക് മാസ് അഥവാ GAM എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ആറ്റംസ് വിച്ച് ദ വെയിറ്റ് ഓഫ് ആറ്റം വിച്ച് ഇസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ്. ആറ്റത്തിന്റെ കേസിൽ അതായത് അങ്ങനെയാണെങ്കിൽ 1 GAM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇത് 1 മോളിനോട് അത് ഈക്വൽ ആണ്. അതായത് 1 GAM നമ്മുടെ ആറ്റത്തിന്റെ മാസിനെ ഗ്രാംസിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, ആറ്റത്തിന്റെ മാസ് കേട്ടോ, അതിനെ ഗ്രാംസിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് നമ്മൾ ഈ പറഞ്ഞത് 1 GAM ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതെന്തിനോട് ഈക്വൽ ആയിരിക്കും? 1 മോളിനോട് ഈക്വൽ ആണ്. ഇപ്പൊ കാർബണിന്റെ കേസിലാണെങ്കിൽ 12 ഗ്രാം ആണ് കാർബണിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ വരുന്നത്. അതാണ് കാർബണിന്റെ ഗ്രാം അറ്റോമിക് മാസ്. കാർബൺ എന്ന ആറ്റത്തിന്റെ ഗ്രാം അറ്റോമിക് മാസ്. ഓക്കെ, അപ്പൊ അത് എപ്പോഴും 1 മോള് കാർബണിനോട് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എന്തായത്, നമുക്ക് 12 ഗ്രാം എന്ന് പറയുന്നത് എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടാകും? 6.022 into 10⁻23 നമ്പർ ഓഫ് മോൾസ് കാണും. ഇത് ഇനി കാർബൺ ഡയോക്സൈഡ് എടുക്കാം. അതായത് ആറ്റംസ് കൂടിച്ചേർന്നാണല്ലോ കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഓക്സിജന്റെയും കാർബണിന്റെയും മാസ് രണ്ടും കൂടെ കൂട്ടി വരുന്നതായിരിക്കും ആ മോളിക്യൂൾ, കാർബൺ ഡയോക്സൈഡിന്റെ മോളിക്യൂൾ എന്നതിന്റെ മാസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് എന്തുകൊണ്ടാ? ആറ്റത്തിന്റെ കേസ് വന്നപ്പോൾ GAM. അങ്ങനെയാണെങ്കിൽ മോളിക്യൂളിന്റെ കേസ് വരുമ്പോൾ GMM എന്ന് പറയും, വിച്ച് ഇസ് ഗ്രാം മോളിക്യുലർ മാസ്. അതായത് മോളിക്യൂൾസിനെ ഗ്രാംസിൽ എക്സ്പ്രസ് ചെയ്യുന്നതാണ് ഗ്രാം മോളിക്യുലർ മാസ് എന്ന് പറയുന്നത്. ഇപ്പോ നമ്മൾ വെള്ളം എടുത്തു. വെള്ളം എന്താ? വെള്ളത്തിന്റെ കെമിക്കൽ ഫോർമുലയാണ് H2O. ഓക്കെ, ഇതിന്റെ GAM-ഉം
GMM ഞാൻ ചോദിക്കുകയാണ്. ഓക്കെ, അതായത് GAM GMM. അപ്പോൾ GAM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ആറ്റം ആണ്. ഇവിടെ എത്ര ആറ്റംസ് ഉണ്ട്? 2 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്, 1 ഓക്സിജൻ ആറ്റം ഉണ്ട്. എനിക്കറിയേണ്ട ഇപ്പൊ ഇതിനകത്തെ ഹൈഡ്രജൻ ആറ്റത്തിന്റെ GAM ആണ്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ GAM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഈ ഹൈഡ്രജൻ ആറ്റം മാത്രം കൺസിഡർ ചെയ്ത് അത് 1 gram ആയിരിക്കും ഹൈഡ്രജന്റെ കേസിലാണെങ്കിൽ. ഓക്സിജന്റെ കേസിലാണെങ്കിൽ ഓക്സിജൻ മാത്രം 2 ആയിട്ട് എടുക്കരുത്. കാരണം ഹൈഡ്രജൻ H2 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതെന്തായി? അത് മോളിക്യൂളായി മാറി അല്ലേ? അപ്പോൾ ഓക്സിജന്റെ കേസിലാണെങ്കിൽ ഇവിടെ 1 ഓക്സിജൻ ആറ്റം ആണ്. അപ്പൊ അതിന്റെ കേസിൽ എന്ന് പറയുമ്പോൾ GAM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 grams ആണ്. ഇനി ഈ GMM ആണ് നിങ്ങളോട് കണ്ടെത്താൻ പറയുകയാണെങ്കിൽ, GMM എന്ന് പറഞ്ഞാൽ ഗ്രാം മോളിക്യുലർ മാസ് ആണ്. GMM ആണ് നിങ്ങൾക്ക് കണ്ടെത്താനുള്ളെങ്കിൽ അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഹൈഡ്രജന്റെ ആദ്യത്തെ 1 gram പ്ലസ് ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്. പിന്നെയും ഉള്ള 1 gram പ്ലസ് പിന്നെ എത്ര നമ്മുടെ ഓക്സിജൻ ഉണ്ട്? അത് ഒരെണ്ണേ ഉള്ളൂ. ഓക്സിജന്റെ മോളിക്യുലർ മാസ് എത്രയാ? 16 ആണ്. കാരണം ഇവിടെ 1 ഓക്സിജൻ ഉള്ളൂ, ഓക്സിജൻ ആറ്റം ഫോമില. സോ 16 grams. അങ്ങനെ മൊത്തം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 18 gram കിട്ടും. അങ്ങനെയാണെങ്കിൽ വെള്ളത്തിന്റെ കാര്യത്തിൽ, വെള്ളം എന്ന് പറഞ്ഞാൽ H2O ആണ്, അതൊരു മോളിക്യൂൾ ആണ്. സോ വെള്ളത്തിന്റെ കാര്യത്തിൽ നമ്മൾ GMM ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് ചോദിച്ചു തരാം. അതായത് നമുക്ക് കുറച്ചുകൂടെ ഇതാക്കാം. ഓക്സിജൻ തന്നെ നമുക്ക് എലിമെന്റ് ഫോമും കൺസിഡർ ചെയ്യാം, മോളിക്യൂൾ ഫോമും കൺസിഡർ ചെയ്യാം. ഓക്സിജൻ എലിമെന്റ് ഫോമിലാണെങ്കിൽ അതിന്റെ ഗ്രാംസ് എത്രയായിരിക്കും? ഒരു ഓക്സിജന്റെ ഗ്രാംസ് എന്തായിരിക്കും? ഓക്കെ, അതെന്ന് പറയുമ്പോൾ 16 grams ആയിട്ടാണ് എടുക്കുന്നത്. ഈ 16 gramസിന്റെ ഉള്ളിൽ 6.022 × 10⁻23 നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഓക്സിജന്റെ എലിമെന്റ് ഫോമിൽ അതിന്റെ GAM ആണ് 16 grams. അങ്ങനെയാണെങ്കിൽ O2ന്റെ എത്രയാണ്? 32. മിസ്സല്ലേ കുറച്ചു മുമ്പ് എന്നോട് പറഞ്ഞ ഓക്സിജന്റെ 16 ആണെന്ന്. ഇപ്പൊ എങ്ങനെയാ 32 ആയത്? മുദ്ര ശ്രദ്ധിക്കണം, മുദ്ര. സലിംകുമാർ പറയണല്ലേ 16. ഇത് എലിമെന്റ് ഫോമിലാണ് നിൽക്കുന്നത്, ഓക്സിജൻ എലിമെന്റ് ഫോമിലാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 grams എന്ന് പറഞ്ഞാൽ മോളിക്യുലർ ഫോമിലാണ്. അപ്പൊ നിങ്ങൾക്ക് തരുന്നത് എലിമെന്റ് ആണോ, അതായത് ആറ്റം ആണോ, അതോ നിങ്ങൾ തന്നിരിക്കുന്ന എലിമെന്റ് ആറ്റോമിക് ഫോമിലാണോ അതോ മോളിക്യുലർ ഫോമിലാണോ എന്ന് നിങ്ങൾ ഫസ്റ്റ് മനസ്സിലാക്കണം. എന്നിട്ട് വേണം നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് GAM കണ്ടുപിടിക്കുക, GAM ആണെങ്കിലും GMM ആണ് തരണമെങ്കിലും നമ്പർ ഓഫ് മോൾസ് കണ്ടെത്താൻ പറയുന്ന ഫോർമുല ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GAM ആണെങ്കിൽ GAM അല്ലെങ്കിൽ GMM ഇങ്ങനെയാണ് വരുന്നത്. അതായത് നമ്പർ ഓഫ് മോൾസ് കൺസിഡർ ചെയ്യാൻ പറഞ്ഞ അത് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ്. അതായത് തന്നിരിക്കുന്ന സബ്സ്റ്റൻസിന്റെ, ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, എൻ്റെ കയ്യിൽ ഒരു 320 ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ട്, 320 gram ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ട്. ഓക്കെ, 320 gram ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അത് എത്ര മോൾസ് ഓഫ് ഓക്സിജൻ ആണെന്ന് ചോദിക്കുകയാണ്. ഓർക്കുക, അതായത് എനിക്കൊരു 320 gram ഓക്സിജൻ തന്നിട്ട് ചോദിക്കുകയാണ് അതിൽ എത്ര മോൾസ് ഓഫ് ഓക്സിജൻ ഉണ്ടെന്ന് ചോദിക്കുകയാണ്. അപ്പൊ നമ്പർ ഓഫ് മോൾസ് കണ്ടെടുക്കാൻ പഠിക്കേണ്ട ഇക്വേഷൻ ആണ് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ GAM. അത് എന്തിന്റെ കേസില്? ആറ്റത്തിന്റെ കേസിലാണെങ്കിൽ. അതല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് is equal to given mass divided by GMM. അതാണ് മോളിക്യൂളിന്റെ കേസില്. ഇവിടെ O2 അല്ലേടാ തന്നേക്കുന്നത്. O2 എന്ന് പറയുമ്പോൾ അത് ആറ്റം ആണോ? അല്ല, മോളിക്യുലർ ആണ്. മോളിക്യൂൾസിലെ ഈ പറയുന്ന 320 എത്ര ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ടെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അങ്ങനെ വരുമ്പോൾ തന്നിരിക്കുന്നത് ഗിവൺ മാസ് ആണ് 320. ഓക്കെ, ഓക്സിജന്റെ
GMM എന്ന് പറയുന്ന 32 gram ആണ്. ഇത് GMM ആണ് ഓക്സിജന്റെ കേസിൽ. അപ്പോ അങ്ങനെ വരുമ്പോ എങ്ങനെയാ അത് കണ്ടെത്തേണ്ടത്? GAM ഡിവൈഡഡ് ബൈ നമ്മൾക്കത് 32. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 10 കിട്ടും. അപ്പൊ ഇവിടത്തെ ആൻസർ 10 മോൾസ് ആണ്. ഓക്കെ, ഈ പറയുന്ന 10 മോൾസ് ആണ് നമുക്ക് തന്നെ ആൻസർ. ഇനി ഇത് തന്നെ ഞാൻ ചോദിക്കുകയാണ്, 320 ഗ്രാംസില് എത്ര ഓക്സിജൻ ആറ്റംസ് ഉണ്ടെന്ന് ചോദിക്കുകയാണ്. ഇവിടെ നമുക്ക് O മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇക്വേഷൻ ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ചോദിച്ചേക്കുന്നത് ഗ്രാം ആണ്, ഗ്രാം അറ്റോമിക് മാസ് ആണ്. ആറ്റത്തിന്റെ കേസ് ആകുമ്പോൾ എന്താ നമ്മൾ എടുക്കേണ്ടത്? ഗിവൺ മാസ്, അതായത് 320 ഡിവൈഡഡ് ബൈ നമ്മുടെ ഗ്രാം അറ്റോമിക് മാസ്. ഓക്സിജന്റെ ഗ്രാം അറ്റോമിക് മാസ് എന്താണ്? 16. ഓക്സിജൻ അല്ലേ കൺസിഡർ ചെയ്യേണ്ടത്, മോളിക്യൂൾ അല്ലല്ലോ. അപ്പൊ 16 എടുത്ത് നമ്മൾ ചെയ്യണം. അപ്പൊ എത്രയാ? 20 ആണ്. അപ്പൊ ഓക്സിജന്റെ കേസിൽ വരുമ്പോൾ 20 മോൾസ് ആണ്. കണ്ടോ, ഒരു മൈന്യൂട്ട് ഡിഫറൻസില് ക്വസ്റ്റിന്റെ വാല്യൂസ് മാറണുണ്ടോ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവിടെ നിന്ന് സ്കോർ പോകും. കാരണം ഇത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള കണക്ക്. നമുക്ക് തന്നേക്കുന്നത് ആറ്റം ആണോ മോളിക്യൂൾ ആണോ എന്ന് ഫസ്റ്റ് നമുക്ക് മനസ്സിലാക്കണം. എന്നിട്ട് വേണം നിങ്ങൾ അത് ആൻസർ ചെയ്യാൻ. ഇപ്പൊ തന്നെ ഓക്സിജൻ എന്ന് പറയുമ്പോൾ സെയിം എലിമെന്റാ, പക്ഷെ ആദ്യത്തെ കേസിൽ നമ്മൾ GMM വെച്ച് നോക്കിയത് ആദ്യത്തെ കേസിൽ മോളിക്യൂൾസ് ആണ്. 320 ഗ്രാമിൽ എത്ര മോളിക്യൂൾസ് ഓക്സിജൻ, എത്ര മോൾസ് ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ടെന്നാണ് ചോദിച്ചത്. രണ്ടാമത്തെ കേസിൽ സെയിം എമൗണ്ട് ഓഫ് മാസ് എന്നിട്ട് അതിനകത്ത് എത്ര ആറ്റംസ് ഉണ്ടെന്നാണ് ചോദിച്ചത്. രണ്ടും ആൻസേഴ്സ് മാറിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, ആറ്റം ആണോ മോളിക്യൂൾ ആണോ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടിയെന്ന്. ഇനി നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ, എനിക്കറിയാം കുറച്ച് കൺഫ്യൂസ് ആയിപ്പോയി, ഞാൻ ഇത്രയും സംസാരിച്ച് ഇത്രയും ഇതാക്കാണ്ട്. പക്ഷെ ഞാൻ കുറച്ച് ക്ലിയർ ആക്കാനാണ് ഇത്രയും പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് എല്ലാം കൂടി ഒരുമിച്ച് കേൾക്കുമ്പോൾ കൺഫ്യൂസ് ആവും. അപ്പൊ ഞാൻ ഇനി പറയും ഈ ഒരു പോയിന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാണ്ടിരിക്കാനാണ്. ഇപ്പൊ നമ്മൾ മോളിന്റെ കേസ് പറഞ്ഞല്ലോ. മോളിന്റെ കേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മോൾ എന്ന് പറയുന്നത് 4 കാര്യങ്ങളോട് ഈക്വൽ ആയിരിക്കും. അതെന്താന്ന് നമുക്ക് നോക്കാം. അതായത് ഒരു മോൾ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 1 GAM ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഒരു മോൾ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 1 GMM ആണ് എപ്പോഴത്തെ കേസില്? മോളിക്യൂളിന്റെ കേസില്. ഇനി സെയിം തിങ് ആണ്, ഒരു മോൾ എന്ന് പറയുന്നത് അതും ഇസ് ഈക്വൽ ടു അവഗാഡ്രോ നമ്പർ ആണ്. അവഗാഡ്രോ നമ്പർ ഏതാ? 6. ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, വേറൊന്നുമല്ല. ഈ വീഡിയോ കണ്ടു തീർക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വാല്യൂ മനഃപ്പാടമായിരിക്കണം. 6.022 into 10 raised to 23. ഒരു മോൾ എന്ന് പറയുമ്പോൾ 6.022 into 10 raised to 23 നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനോടും ഈക്വൽ ആണ്. നാലാമത്തെ കേസാണ് 22.4 ലിറ്റേഴ്സ്, ഇതിനോടും ഈക്വൽ ആണ്. ആദ്യത്തെ 3 കാര്യം ഓക്കെ മിസ്സേ, ലാസ്റ്റത്തെ എന്താ ഈ 22.4 ലിറ്റേഴ്സ്? ഇതെന്താ സംഭവം? ഇത് STP യൂണിറ്റ് ആണ്. എന്താണ്? STP യൂണിറ്റ് ആണ്. എന്താണ് ഈ STP യൂണിറ്റ്? ഒരു ഷോർട്ട് ഫോം ആണ്, അതായത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ. അതിനെയാണ് നമ്മൾ STP യൂണിറ്റ് എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷറിനെയാണ് അത് STP യൂണിറ്റ് എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ സെഷൻസിൽ നിങ്ങൾക്ക് വോളിയം എന്താന്ന് പറഞ്ഞു, ടെമ്പറേച്ചർ എന്താന്നൊക്കെ പഠിപ്പിച്ചു, പ്രഷർ പഠിപ്പിച്ചു. ഇതിലൊക്കെ ഇതിന്റെ സ്റ്റാൻഡേർഡ് വാല്യൂസ് ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതായത് ടെമ്പറേച്ചർ, അതിന്റെ SI യൂണിറ്റ്, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിൽ നമ്മളുടെ SI യൂണിറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ചോദ്യം ഇതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്യാസ് ലോസ് കണ്ടായിരുന്നു. അതായത് ഈ ചാപ്റ്ററിൽ നിങ്ങൾ 3 ഗ്യാസ് ലോസ് പരിചയപ്പെടുന്നുണ്ട്. ബോയ്സ് ലോ, അതുപോലെ തന്നെ ചാൾസ് ലോ, അതുപോലെ അവഗാഡ്രോസ് ലോ. ഓക്കെ, ഇതിനകത്ത് നമ്മൾ പ്രഷർ, ടെമ്പറേച്ചർ, നമ്പർ ഓഫ് ഗ്യാസസ് അല്ലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് വോളിയം. സോ ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഇതില് പ്രഷർ, ടെമ്പറേച്ചർ, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ഈ 3 എണ്ണത്തിനും വേരിയേഷൻ വന്നാൽ, അതായത് എന്തെങ്കിലും ഡിഫറൻസ് വന്നു കഴിഞ്ഞാൽ വോളിയം മാറും. അതായത് ഈ പറയുന്നത് നമ്മുടെ 3 ഗ്യാസ് ലോസിൽ നിന്ന് നമുക്ക് മനസ്സിലായ കാര്യമാണ്. ഈ 3 എണ്ണവും ഡിപ്പെൻഡ് ഓൺ വോളിയം ആണ്. അതായത് വോളിയം നോക്കിക്കഴിഞ്ഞാൽ വോളിയം മീൻസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു പ്രഷർ.
ആൻഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. ഇത് കഴിഞ്ഞ ക്ലാസ് സെഷനിൽ പറഞ്ഞതാണ്, ഞാൻ വലുതായിട്ട് ഇതിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷെ ഇതെല്ലാം കൂടെ എന്താണ് വോളിയമാണ്. അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ മൂന്നെണ്ണത്തിന് എന്തേലും മാറ്റം വന്നു കഴിഞ്ഞാൽ വോളിയത്തിന് ഒബ്വിയസ്ലി മാറ്റം വരും. അതാണ് 3 ഗ്യാസ് ലോസിൽ നിന്നും നമുക്ക് മനസ്സിലായ ഒരു കാര്യം. ഇനി നമുക്ക് STP എന്താന്ന് പറഞ്ഞുതരാം. അതായത് ഞാൻ പറഞ്ഞു ഈ 3 എണ്ണത്തിനും മാറ്റം വരും എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ 3 എണ്ണത്തെയും ഒരു സ്റ്റാൻഡേർഡ് റേറ്റിൽ അങ്ങ് ഫിക്സ് ചെയ്തു. എന്നിട്ട് വോളിയം നോക്കി. അപ്പൊ കിട്ടിയ വോളിയമാണ് STP അഥവാ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ യൂണിറ്റിലുള്ള വോളിയാണ് ഞാൻ എടുത്ത 22.4 ലിറ്റേഴ്സ് വിച്ച് ഈസ് ഈക്വൽ ടു നമ്മളുടെ 1 മോൾ. അത് ഈ കണ്ടീഷൻ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ നമ്മൾ എടുത്തേക്കുന്ന പ്രഷർ 1 ATM എടുത്തു. അതുപോലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഞാൻ 273 കോൺസ്റ്റന്റ് ആക്കി. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് 6.022 into 10⁻23. ഈ 3 എണ്ണവും ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ ഒരു വസ്തുവിന്റെ വോളിയം നോക്കി. അപ്പോൾ കിട്ടിയ ഒരു സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് എനിക്ക് പറയുന്നത് 22.4 ലിറ്റേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? 1 മോളിനോട് ഈക്വലാ. അപ്പൊ നിങ്ങൾക്ക് ലിക്വിഡിന്റെ ബേസിസിൽ എന്തിൻ്റെങ്കിലും വോളിയം കാണാൻ അല്ലെങ്കിൽ ഗ്യാസിന്റെ കേസിൽ വോളിയം കാണാൻ പറയുമ്പോൾ നിങ്ങൾ അതിലെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ 22.4 ലിറ്റേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ഇനി ഞാൻ കുറച്ച് ഇക്വേഷൻസ് കാണിച്ചു തരാം. ഈ ചാപ്റ്ററിൽ ഇക്വേഷൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. ആദ്യത്തെ കേസ് ഞാൻ പറഞ്ഞു, നമുക്ക് അറ്റോമിക് മാസിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്പർ ഓഫ് മോൾസ് കാണാനാണെങ്കിൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം അറ്റോമിക് മാസ്. ഓക്കെ, ഇനി നമ്പർ ഓഫ് മോൾസിന്റെ കേസ് ആണെങ്കിൽ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്യുലർ മാസ് ആണ് വരുന്നത്. അതായത് ആദ്യത്തത് ആദ്യത്തത് ആറ്റംസിന്റെ കേസിലും രണ്ടാമത്തെ വരുന്നത് മോളിക്യൂൾസിന്റെ കേസിലുമാണ്. നമുക്ക് പാർട്ടിക്കിൾസിന്റെ നമ്പർ ആണ് തന്നേക്കുന്നത് ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിവൈഡ് ചെയ്യേണ്ടത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനെ അവഗാഡ്രോ നമ്പർ വെച്ചിട്ടാണ്. അതായത് 6.022 into 10⁻23. ആ അവഗാഡ്രോ നമ്പർ ആണ് നമ്മൾ ഇവിടെ വെച്ചിട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് തന്നേക്കുന്നത് ഒന്നുമല്ല ഒരു ലിക്വിഡിന്റെ വോളിയം അല്ലെങ്കിൽ വോളിയാണ് ഒരു വസ്തുവിന്റെ തന്നേക്കണമെങ്കിൽ, എന്നിട്ട് നിങ്ങളോട് മോള് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെടുവാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വോളിയം ഓഫ് ഗ്യാസ് അറ്റ് STP സ്റ്റാൻഡേർഡ് യൂണിറ്റിലായിരിക്കണം. അതായത് ടെമ്പറേച്ചർ കെൽവിൻ സ്കെയിലിലായിരിക്കണം. അങ്ങനത്തെ പ്രഷർ നമ്മൾ അറ്റോമിക് പ്രഷർ ആയിരിക്കണം, ATM-ലായിരിക്കണം. ഇതൊക്കെ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ അത് സ്റ്റാൻഡേർഡ് ഇതിൽ തന്നേക്കുന്ന വോളിയം ഓഫ് ഗ്യാസ് ഡിവൈഡഡ് ബൈ നമ്മൾ ഈ പറയുന്ന 22.4 ലിറ്റേഴ്സിലാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് 4 എണ്ണമാണ് ഈ ചാപ്റ്റേഴ്സിൽ വരുന്ന പ്രോബ്ലംസിൽ വരുന്ന ഇക്വേഷൻസ്. ഒരു ബുക്കും പേനെടുത്ത് ഇപ്പൊ തന്നെ കൈയോടെ ചൂടോടെ എഴുതി വെച്ചോ. ഈ 4 എണ്ണം വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസിലേക്ക് പോകുന്നത്. ഈ യൂണിറ്റിൽ നിങ്ങൾക്കുള്ള എന്ത് പ്രോബ്ലം വന്നാലും നിങ്ങൾക്കുള്ള ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഇത് മോൾസിനെ കണ്ടുപിടിക്കാനുള്ള 4 ഇക്വേഷൻസ് ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്നതാണ് ആദ്യത്തെ 2 എണ്ണം. മോളിക്യൂളാണോ തന്നേക്കുന്ന അതോ ആറ്റം ആണോ തന്നേക്കുന്നതെന്ന് മര്യാദയ്ക്ക് നോക്കാതെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും. സോ അത് നോക്കണം. ഇപ്പൊ ഓക്സിജന്റെ കേസ് കുറച്ചു മുമ്പ് കണ്ടില്ലേ? ആദ്യം തന്നതിൽ ഓക്സിജൻ ആറ്റംസ് ആയിരുന്നു. രണ്ടാമത്തേൽ തന്നപ്പോൾ ഓക്സിജൻ മോളിക്യൂൾസ് ചോദിച്ചു. 10 മോൾസിന്റെ ഡിഫറൻസ് വാല്യൂസ് വരുന്നുണ്ട്. സോ ഏതാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ അങ്ങനെ മോൾസ് എന്തൊക്കെയാ മോളിന്റെ ഇക്വേഷൻസും കണ്ടു. ഇനി ഈ ഇക്വേഷൻസ് വെച്ചിട്ടായിരിക്കും പ്രോബ്ലംസ് നമ്മൾ ഒരു 2-3 പ്രോബ്ലംസും കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. അതും കൂടെ വെച്ചാൽ പക്കയായിട്ട് നിങ്ങൾക്ക് ഈ ഭാഗം മനസ്സിലാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും പറഞ്ഞാലും ഇപ്പൊ കുറച്ചൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂസിങ് കാണും. കാരണം ഇത് കുറച്ച് കൺഫ്യൂഷൻ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കൺഫ്യൂസ് ആയിട്ട് വരും. പക്ഷെ നമുക്ക് ഇനി ഇതുവരെ മനസ്സിലാക്കിയില്ലെങ്കിൽ പ്രോബ്ലംസ് ചെയ്യുന്നതിലൂടെ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകും കാര്യങ്ങൾ എന്തൊക്കെയാണ്. നിങ്ങൾ ജസ്റ്റ് ആ ഇക്വേഷൻസ് മനസ്സിലാക്കുക. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം കൂടിയുണ്ട്. നമ്മൾ പറഞ്ഞു 1 മോള് എങ്ങനെയാ കണ്ടുപിടിക്കണ്ടേന്ന് പറഞ്ഞു. ഇനി ഇങ്ങനെ മോള് മാത്രം കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല. അതിന് ചില സമയങ്ങളിൽ നമ്മൾ നമ്പർ ഓഫ് മോളിക്യൂൾസിലേക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറയും. അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ കിട്ടിയ നമ്മളുടെ നമ്പർ ഓഫ് മോൾസിനെ നമ്മൾ ഈ പറയുന്ന അവഗാഡ്രോ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ കിട്ടുന്ന വാല്യൂ ആണ് നമ്മളുടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഫസ്റ്റ് ചില സമയങ്ങളിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഒരു റിയാക്ഷൻ തന്നിട്ട് അല്ലെങ്കിൽ ഇത്ര ഗ്രാംസ് ഓഫ് ഇതിനകത്ത് എത്ര മോൾസ് ഉണ്ടെന്ന് ചോദിക്കും. സംടൈംസ് ഈ ചോദ്യം എന്തോരം മോളിക്യൂൾസിലേക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്ത് പറയാൻ പറയും ആൻസർ. അതായത് അപ്പൊ നമ്മൾ ആദ്യം അതിന്റെ മോൾസ് കാണണം, എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടെന്ന് കാണണം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അതിനെ ഇൻറ്റു അവഗാഡ്രോ നമ്പർ, ഈ അവഗാഡ്രോ നമ്പർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് നമ്പർ ഓഫ് മോളിക്യൂൾസിലേക്ക് കൺവേർട്ട് ആക്കി പറയാൻ പറ്റും. നമുക്കൊന്ന് 2-3 ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അതായത് നമ്മൾ ഇക്വേഷൻസ് ഒക്കെ പരിചയപ്പെട്ടു, പക്ഷെ നമ്മൾ ഇക്വേഷൻസ് ഇങ്ങനെ പഠിച്ചിട്ട്, അതായത് ഈ മോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്ന ഈ ഭാഗം, ഈ ചാപ്റ്ററിന്റെ ഈ ഭാഗം നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോഴാണ്, കുറച്ച് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴാണ്. കാരണം ഇപ്പൊ ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു, എല്ലാം ഒരു അവിയൽ പരുവത്തിലായിരിക്കും നിങ്ങൾക്ക് തലയിൽ കയറിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് പ്രോബ്ലംസിലേക്ക് കയറാം. ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു പ്രോബ്ലംസ് ചെയ്യുമ്പോഴായിരിക്കും ഇതായിരുന്നു. ഞാനും പറഞ്ഞപ്പോൾ കുറെ കൺഫ്യൂഷൻ ഇപ്പൊ ഉണ്ടാകും, നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതാണ്. ഓഫ് കോഴ്സ് പ്രോബ്ലത്തിലൂടെ അത് മാറിക്കിട്ടും. നമുക്കുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് ഹൗ മെനി മോൾസ് ആർ ദർ ഇൻ 44 grams ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നാണ് ഈ പറയുന്നത്. അതായത് നമുക്ക് ഇവിടെ തന്നേക്കുന്നത് മോൾസ് കണ്ടുപിടിക്കണം. മോൾസ് കണ്ടുപിടിക്കാനുള്ള 4 ഇക്വേഷൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്. അപ്പൊ ഇവിടെ തന്നേക്കുന്നത് എന്താടാ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോൾസ് ആണ് കാണേണ്ടത്. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർബണും 2 ഓക്സിജനും കൂടുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നത്. കാർബൺ ഡൈ ഓക്സൈഡിൽ ഒരു കാർബണും 2 ഓക്സിജനും ഉണ്ട്. അപ്പോ ഒരു കാർബണിന്റെ യൂണിറ്റ് 12U ആണ്. ഒരു കാർബണിന്റെ യൂണിഫൈഡ് ഡിഫൈൻഡ് മൈൻസ് എന്ന് പറയുന്നത് U ആണ്. അതുപോലെ ഓക്സിജന്റെ എന്ന് പറയുന്നത് 16 ആണ്. പക്ഷെ ഇവിടെ 2 ഓക്സിജൻ ഉണ്ട് കാർബൺ ഡൈ ഓക്സൈഡ്, അപ്പൊ വീണ്ടും ഒരു 16 വരും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 12 + 16 + 16 അപ്പൊ എത്ര ടോട്ടൽ മാസ് എന്തായിരിക്കും? അങ്ങനെ വരുമ്പോൾ 44 ആണ് നമ്മളുടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ GMM. ഈ 44 എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ GMM ആണ്, ഗ്രാം മോളിക്യുലർ മാസ് ആണ്. അപ്പൊ ഇവിടെ നമ്മളപ്പോ എടുക്കേണ്ട ഇക്വേഷൻ ഏതാണ്? മോളിക്യൂൾസിൽ ചെയ്യേണ്ട ഇക്വേഷൻ ആണ്. അതായത് നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് is equal to നമുക്ക് തന്നിരിക്കുന്ന ഗിവൺ മാസ്. ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ, അതുകൊണ്ട് തന്നെ മോളിക്യൂൾ ആണ് കാണേണ്ടത്. സോ ഗ്രാം മോളിക്യുലർ മാസ്, ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്യുലർ മാസ്. തന്നേക്കുന്ന ഗിവൺ മാസ് എത്രയാ? 44 ഗ്രാം ആണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗ്രാം മോളിക്യുലർ മാസ് എത്രയാ? 44 ഗ്രാം ആണ്. അങ്ങനെയാണെങ്കിൽ 44ഉം 44ഉം കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 മോൾ ആണ്. അപ്പൊ ഇതൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വാല്യൂ ആണ്. അതായത് 1 GMM is equal to 1 മോൾ എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കാർബണിന്റെ കേസിൽ അത് എത്രയായിരിക്കും? 44 ഗ്രാംസ് ആയിരിക്കും വരുന്നത്. ഇനി ഇതാണ് ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് സൂചിപ്പിക്കാം. ഞാൻ ആദ്യത്തെ പറഞ്ഞു, സംടൈംസ് ഇതിനെ നമുക്ക് നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ പറയും. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? അതായത് ഇതിനകത്ത് എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്ന് ചോദിക്കും. അങ്ങനെ നമ്പർ ഓഫ് മോളിക്യൂൾസ് കാണണമെങ്കിൽ, ഇത് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. മോളിക്യൂൾസ് കാണണമെങ്കിൽ ഇതുപോലെ നമ്മൾ മോൾസ് കണ്ടതിന് ശേഷം ആ മോൾസ്, നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു നമ്മുടെ അവഗാഡ്രോ നമ്പർ വിച്ച് ഇസ് 6.022 ഇൻറ്റു 10⁻23 ഇങ്ങനെ ചെയ്യണം. ഇതിപ്പോ 1ന്റെ കൂടെ എന്ത് കൂട്ടിയാലും എന്ത് ഗുണിച്ചാലും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ തന്നെ കിട്ടും. 1 × 2 2 ആണ്, 1 × 10 10 ആണ്. സോ ഇതിന് ആ സെയിം തന്നെയായിരിക്കും. ഇനിയിപ്പോ ചില സമയത്ത് 15 16
അങ്ങനെയൊക്കെ വലിയ വലിയ സംഖ്യകളാണ് വരണമെങ്കിൽ നമ്പർ ഓഫ് മോൾസിന്റെ കാര്യത്തിൽ നിങ്ങളിങ്ങനെ ഫൈനൽ ആൻസർ വരെ എത്തണ്ട, ഇങ്ങനെ എഴുതിയിട്ടാൽ പോലും മാർക്ക് കിട്ടും. ഫൈനൽ ആൻസർ എഴുതി കഴിഞ്ഞാൽ ഏറ്റവും നല്ലത്. പക്ഷെ ഇങ്ങനത്തെ എക്സ്പ്രഷനിൽ നിങ്ങൾ എഴുതിയിടണം. അതായത് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചേക്കുന്ന മോൾസ് ഇൻറ്റു നമ്മുടെ അവഗാഡ്രോ നമ്പർ, ഇതായിരിക്കും നമ്പർ ഓഫ് മോളിക്യൂൾസ്. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ തന്നെ സെയിം ആട്ടോ. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ 2 moles ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്? കണ്ടോ, ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താ, നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. ആദ്യം നമ്മൾ കണ്ടുപിടിച്ച മോൾസ് ആണ്. മോൾസും മോളിക്യൂൾസും തിരിഞ്ഞു പോയത്. ആൻഡ് ഇവിടെ മോൾസ് ഓൾറെഡി തന്നിട്ടുണ്ട്, 2 moles കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിൽ. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മോളിക്യൂൾസ് ആണ്. മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്നേക്കുന്ന മോൾസ് ഇൻറ്റു നമ്മുടെ അവഗാഡ്രോ നമ്പർ, വിച്ച് ഇസ് 2 into 6.022 into 10⁻²3. അതായത് ഒരു മോളിന്റെ ഇരട്ടി. അതായിരിക്കും നമ്മളുടെ നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ ആൻസർ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, 224 liters ഓഫ് ഓക്സിജൻ ഉണ്ട്. അത് STPയിലാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മളോട് മോൾസ് ഇവിടെ കണ്ടുപിടിക്കാൻ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ നോക്കിക്കേ, നമുക്കൊരു ഹിന്റ് ഉണ്ട്. നമ്പർ ഓഫ് മോൾസ് നമ്മൾ 4 ഇക്വേഷൻസ് പഠിച്ചു. ആ 4 ഇക്വേഷൻസിൽ ഏതാണ് ആപ്റ്റായ ഇക്വേഷൻ എന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. STPയിലാണ് തന്നേക്കുന്നത്. അപ്പോൾ STP എന്ന് പറയുമ്പോൾ എന്താണ്, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ പ്രഷർ, ഗ്യാസിന്റെ കേൾവി. അതായത് ഇവിടെ തന്നേക്കുന്ന വോളിയം ആണ്. ഇത്രയും കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഏത് ഇക്വേഷൻ നമ്മൾ എടുക്കേണ്ടതെന്ന്. 4ാമത്തെ ഇക്വേഷനായ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നേക്കുന്ന ഗിവൺ വോളിയം തന്നേക്കുന്ന വോളിയം ഡിവൈഡഡ് ബൈ 22.4 liters. ഇതാണല്ലോ നമ്മുടെ STP, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നമ്മൾ എടുത്തേക്കുന്നത്. അതായത് ടെമ്പറേച്ചർ, പ്രഷർ, അതുപോലെ നമ്പർ ഓഫ് ആറ്റംസ് നമ്മൾ സ്റ്റാൻഡേർഡ് റേറ്റിൽ ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വോളിയമാണ് 22.4 liters. അതാണ് STP. അത് ആഡ് ചെയ്ത് അത് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4 liters. ഗിവൺ വോളിയം എത്രയാടാ? ഗിവൺ വോളിയം തന്നേക്കുന്നത് 224 liters ആണ്. അതേ ഡിവൈഡഡ് ബൈ 22.4 liters. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10 moles കിട്ടും അല്ലേ? ഡെസിമൽ ഉള്ളതുകൊണ്ട് എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങോട്ട് പോയാൽ പോരെ. അപ്പൊ 10 moles കിട്ടും. ഓക്കെ, 10 moles കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. ഇനി അടുത്ത, ഇത് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല, ഇത് ഫസ്റ്റത്തെ സബ് ക്വസ്റ്റ്യൻ ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി മോളിക്യൂൾസ് ആർ ദർ ഇൻ ഇറ്റ്? ഈ 10 molesനകത്ത് എത്ര മോളിക്യൂൾസ് ഉണ്ട് എന്നാണ് ചോദിച്ചേക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞു നമ്പർ ഓഫ് മോളിക്യൂൾസ് എങ്ങനെയാ നമ്മൾ കാണണേ? നമ്പർ ഓഫ് മോളിക്യൂൾസ് is equal to ഈ കിട്ടിയിരിക്കുന്ന മോൾസ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ 6.022 ഇൻറ്റു 10⁻23. ഇത്രയുമാണ് നമ്മുടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് വരുന്നത്. ഓക്കെ, നമുക്കപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതിന്റെ മോളാർ മാസ് കാണണം. ഓക്സിജന്റെ മോളാർ മാസ് എത്രയാ? നമ്മളുടെ ഓക്സിജൻ ഒരു മോളിക്യൂൾ ആണ്. അപ്പൊ 16 ആണ് ഒരു ആറ്റത്തിന്റെ. +16 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 32 കിട്ടും. ഓക്കെ, അതാണ് ഓക്സിജന്റെ മോളാർ മാസ്. അപ്പൊ ഇതിനെ കാൽക്കുലേറ്റ് മാസ്, നമുക്ക് മാസ് ഓഫ് ദിസ് ഓക്സിജൻ സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന മോൾസ് ഇൻറ്റു ഈ പറയുന്ന മോളാർ മാസ് ചെയ്യുമ്പോൾ നമുക്കതിന്റെ എന്താണ് മാസ് കിട്ടും. അതായത് സാമ്പിളിലുള്ള ഓക്സിജന്റെ മാസ് നമുക്ക് കിട്ടും. അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. നമ്മുടെ GMM ഓഫ് ഓക്സിജൻ ആണ് ഈ പറയുന്ന
32 gram എന്ന് പറയുന്നത് അല്ലെ. ഓക്സിജന്റെ കേസിൽ 1 GMM ആണ് ഈ പറയുന്ന 32. അതേ ഇൻറ്റു നമ്മളുടെ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ ഫൈനൽ ആൻസർ കിട്ടും. മാസ് ഓഫ് ദിസ് ഓക്സിജൻ സാമ്പിൾ കിട്ടും. അപ്പോൾ നമുക്ക് മാസ് ഓഫ് ദിസ്, ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇത് മൂന്നാമത്തെ കേട്ടോ. മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ 32 ഇൻറ്റു നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മൾ കണ്ടുപിടിച്ച 10 മോൾസ്. ഓക്കെ, അപ്പോൾ 320 ആണ് വരുന്നത്. 320 ഗ്രാമും കൂടി ഉണ്ട്. ഇനി നമുക്ക് സ്റ്റോഷിയോമെട്രിക് കോൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഞാനൊരു ഇക്വേഷൻ ഇപ്പോൾ എഴുതുവാണ്. നമ്മൾ നൈട്രജനും, ഓറഞ്ച് വേറെ പെന്നിൽ എഴുതാം, നൈട്രജനും അതുപോലെ തന്നെ ഹൈഡ്രജനും കൂടി നമുക്ക് ഒരു എന്ത് കിട്ടുക, അമോണിയ ഉണ്ടാകും. അതായത് NH3 ആണ് അമോണിയയുടെ ഫോർമുല. അമോണിയയിൽ എന്തൊക്കെയുണ്ട്, നൈട്രജനും ഹൈഡ്രജനും ഉണ്ട്. സോ ഒരു നൈട്രജൻ മോളിക്യൂളും ഹൈഡ്രജൻ മോളിക്യൂളും കൂടെ കൂടുമ്പോൾ നമുക്ക് NH3 കിട്ടും. ഈ പ്രോസസ്സിനെ പറയുന്നതാണ് ഹേബർ പ്രോസസ്സ്. നമ്മൾ പിന്നീട് വേറെ ചാപ്റ്റേഴ്സിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ ഇക്വേഷൻ ഒരു കുഴപ്പമുണ്ട്. അതായത് ഇതൊരു കെമിക്കൽ ഇക്വേഷൻ ആണ് ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത്. അപ്പം ഇതിനൊരു കുഴപ്പമുണ്ട്. എന്താണ് കുഴപ്പം? ഈ ഇക്വേഷൻ ബാലൻസ്ഡ് അല്ല. എന്തുകൊണ്ട് അത് ബാലൻസ്ഡ് അല്ല എന്ന് ഞാൻ പറയാൻ കാരണം, ഇവിടെ ഒന്ന് നോക്കിയേ. അതായത് നമുക്കിത് റിയാക്ടൻറ്റ് സൈഡ്, പ്രൊഡക്റ്റ് സൈഡ്, അങ്ങനെ രണ്ടാക്കി കെമിക്കൽ ഇക്വേഷൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, റിയാക്ടൻറ്റ് സൈഡിൽ 2 നമ്പർ ഓഫ് ആറ്റംസ് ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത് 2 എണ്ണമാണ്. പക്ഷെ പ്രോഡക്റ്റ് സൈഡിൽ അത് വന്നപ്പോൾ ഒരു നൈട്രജനുള്ളൂ. അപ്പൊ റിയാക്ടൻറ്റ് സൈഡിലുള്ള നമ്പർ ഓഫ് ആറ്റംസും പ്രോഡക്റ്റ് സൈഡിലുള്ള നമ്പർ ഓഫ് ആറ്റംസും ഈക്വൽ ആകണം ഈ ഒരു ഇക്വേഷൻ ബാലൻസ് ആവണമെങ്കിൽ. ഹൈഡ്രജന്റെ കേസിലാണെങ്കിൽ റിയാക്ടൻറ്റ് സൈഡിൽ 2 എണ്ണം ഉണ്ട്, പക്ഷെ പ്രോഡക്റ്റ് സൈഡിൽ വന്നപ്പോൾ 3 എണ്ണം ഉള്ളൂ. അപ്പൊ നമുക്ക് ഇതിനെ ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോഎഫിഷ്യന്റ് ആഡ് ചെയ്യും. നമ്മളെപ്പോഴും ഈ സൈഡിൽ ഇവിടെ ആഡ് ചെയ്യുന്നതിനെയാണ് കോഎഫിഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കോഎഫിഷ്യന്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ 2 നൈട്രജൻ ഉള്ളതുകൊണ്ട് എനിക്ക് താഴെ ഒരിക്കലും ആഡ് ചെയ്യാൻ പറ്റില്ല, സൈഡിലാണ് ആഡ് ചെയ്യുള്ളൂ. ഇവിടെ റിയാക്ടൻറ്റ് സൈഡിൽ 2 നൈട്രജൻ ഉള്ളതുകൊണ്ട് ഞാൻ ഇവിടെ 2 എണ്ണം ആഡ് ചെയ്തു. ഇങ്ങനെ എഴുതുന്ന ഈ കോഎഫിഷ്യന്റ് ഈ നൈട്രജനും അറ്റ് ദ സെയിം ടൈം ഇവിടെയുള്ള ഹൈഡ്രജനും ബാധകമായിരിക്കും. അപ്പൊ ഇവിടെ ഞാൻ 2 ഇട്ടപ്പോൾ നൈട്രജൻ ഇവിടെ 2 ആയി. ഹൈഡ്രജന്റെ കേസിൽ വന്നപ്പോൾ ഇവിടെ ഓൾറെഡി 3 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഇത് കോഎഫിഷ്യന്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം നമുക്ക് ഹൈഡ്രജന്റെ നമ്പർ കാണാൻ വേണ്ടിയിട്ട്. സോ 2 × 3 6 ആണ്. സോ നമ്പർ ഓഫ് ഹൈഡ്രജൻസ് ഇൻ പ്രോഡക്റ്റ് സൈഡ്സ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ പ്രോഡക്റ്റ് സൈഡിൽ 6 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റിയാക്ടൻറ്റ് സൈഡിൽ 2 എണ്ണം ഉള്ളൂ. അപ്പൊ അത് 6 ആക്കാൻ എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ എല്ലാവർക്കും അറിയാലോ, 3 ചെയ്യണം. ഇപ്പോഴാണ് ഈ ഇക്വേഷൻ ബാലൻസ്ഡ് ആയത്. നമുക്ക് വേണമെങ്കിൽ നോക്കാം. നൈട്രജൻ ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെയും 2 എണ്ണം ഉണ്ട്, ഹൈഡ്രജൻ ഇവിടെ 6 എണ്ണം ഉണ്ട്, ഇവിടെയും 6 എണ്ണം ഉണ്ട്. ഒരു കെമിക്കൽ ഇക്വേഷൻ എഴുതുമ്പോൾ ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് അതിനെ ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ പ്രോഡക്റ്റ് സൈഡും അതുപോലെ തന്നെ അതിൻ്റെ റിയാക്ടൻറ്റ് സൈഡിൽ സെയിം ആയിരിക്കണം. അങ്ങനെയാണ് അത് ബാലൻസ് ആവുന്നത്. ഇനി ഇങ്ങനെ നമ്മൾ എഴുതുന്ന ഈ ഒരു കോഎഫിഷ്യൻസ് ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് ഒരു ഗുണം എന്താ വെച്ചാൽ ഈ കോഎഫിഷ്യന്റ് വെച്ചിട്ട് നമ്മൾ എഴുതാം 1:2. അതായത് ഇവിടെ ഞാൻ 1 എന്ന് എഴുതുന്നില്ല, കെമിക്കൽ ഇക്വേഷൻ ഒരിക്കലും 1 എഴുതില്ല. സോ ഇവിടെ ഒരു 1 ഉണ്ട്. സോ 1:3:2. അതായത് നൈട്രജന്റെയും അതുപോലെ തന്നെ അമോണിയയുടെയും നമ്മൾ റേഷ്യോ എന്ന് പറയുന്നത് 1:3:2 ആണ്. ആൻഡ് ഈ റേഷ്യോനെ നമ്മൾ പറയുന്നതാണ് മോൾ റേഷ്യോ എന്ന്. കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1 മോൾ ഓഫ് നൈട്രജനും 3 മോൾസ് ഓഫ് ഹൈഡ്രജനും കൂടെ കൂടിച്ചേർന്നപ്പോൾ നമുക്ക് 2 മോൾസ് ഓഫ് NH3 കിട്ടി. അത് NH3 മീൻസ് അമോണിയ കിട്ടി. ഇതിനെയാണ് നമ്മൾ ഇങ്ങനെ റേഷ്യോസിൽ നമ്മളൊരു ഇക്വേഷനെ ബാലൻസ് ചെയ്ത് അറിയുന്നതിനെയാണ് സ്റ്റോഷിയോമെട്രിക് കോൺസെപ്റ്റ് എന്ന് കെമിസ്ട്രിയിൽ പറയുന്നത്. അതായത് നമ്മളിപ്പോൾ എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സപ്പോസ് നമ്മൾ ചായ
ഉണ്ടാക്കാൻ ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. ജസ്റ്റ് വെള്ളത്തിൽ തേയിലപ്പൊടി ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ചായയെ പാലാടും ആഡ് ചെയ്യുമ്പോൾ അത് പാൽ ചായയാകും. ഓക്കെ, നമ്മൾ ഒരു കപ്പ് വെള്ളത്തിലേക്ക് 1 കപ്പ് തേയില എടുത്ത് കമത്തു. അങ്ങനെ കമത്തി കഴിഞ്ഞാൽ വീട്ടിലെ പോരാളി നമ്മളെ പുറത്താക്കും. അങ്ങനെയല്ല, 1 കപ്പ് ഇതിന് കടുപ്പത്തിനനുസരിച്ച് നമ്മൾ ചിലപ്പോൾ 1 സ്പൂൺ ആയിരിക്കും, അല്ലെങ്കിൽ 1/2 സ്പൂൺ ആയിരിക്കും ചേർക്കണേ. പാൽ ചായ ആണെങ്കിൽ ഓരോരുത്തരുടെ കടുപ്പം അനുസരിച്ച്. സോ എല്ലാത്തിനും ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ഉപ്പ് ചേർക്കുമ്പോൾ ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് കെമിസ്ട്രിയുടെ കേസിലും നമ്മൾ നമ്പർ ഓഫ് പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് നമ്പർ ഓഫ് റിയാക്റ്റൻസ് ആഡ് ചെയ്തതിന് ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. ഇങ്ങനെ ഈ എമൗണ്ട് മനസ്സിലാക്കാനാണ് എത്ര റിയാക്റ്റൻസ് നമുക്ക് ആഡ് ചെയ്യണം ഇന്ന പ്രോഡക്റ്റ് കിട്ടാൻ. ഇപ്പം അമോണിയയുടെ കേസിലാണെങ്കിൽ എത്ര എമൗണ്ട് നൈട്രജനും ഹൈഡ്രജനും ഞാൻ ആഡ് ചെയ്യണം എനിക്ക് ഇത്ര എമൗണ്ട് അമോണിയ കിട്ടാൻ എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഈ കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്, സ്റ്റോഷിയോമെട്രിക് കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. പ്ലസ് ഇക്വേഷൻ ഇതുപോലെ ബാലൻസ് ആക്കാനും. ഇനി സപ്പോസ് ഇത് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്തില്ലെങ്കിൽ എന്താണ് ഉണ്ടാവുന്നത്? അതായത് നമ്മളിപ്പോൾ വേണ്ട രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള സോഷ്യോമെട്രിക് റേഷ്യോ, ഇപ്പം ഈ പറയുന്ന ഈ റേഷ്യോനെയാണ് ഞാൻ സോഷ്യോമെട്രിക് റേഷ്യോ എന്ന് പറയുന്നത്. ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നൈട്രജനോ ഹൈഡ്രജനോ റിയാക്ഷന് മുമ്പ് തന്നെ, അതായത് ആ റിയാക്ഷൻ നടക്കുമ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് പെട്ടെന്ന് ആദ്യമായിട്ട് റൺ ഔട്ട് ആയി പോകും, അതായത് തീർന്നു പോകും. അങ്ങനെ തീർന്നു പോകുന്ന ഇപ്പൊ സപ്പോസ് ഇതിന്റെ കേസസിൽ ആദ്യം തീർന്നു പോകാൻ ചാൻസ് ഉള്ളത് അതായത് റിയാക്ടൻ സൈഡ് മാത്രം നമ്മൾ നോക്കുക. റിയാക്ടൻസ് കയറിയിട്ടാണല്ലോ അത് പ്രൊഡക്റ്റിലേക്ക് ആവുന്നത്, റിയാക്ട് ചെയ്തിട്ടാണല്ലോ പ്രൊഡക്റ്റിലേക്ക് ആവുന്നത്. അപ്പൊ ഇതിന്റെ കേസസിൽ നൈട്രജൻ കുറച്ചുള്ളൂ, ഹൈഡ്രജൻ കൂടുതലുണ്ട്. സോ ഇത് മര്യാദയ്ക്ക് ആയില്ലെങ്കിൽ എന്ത് ചെയ്തും ആദ്യം റൺ ഔട്ട് ആയി പോകുന്നത് നൈട്രജൻ ആയിരിക്കും. അങ്ങനെ ആദ്യം ഒരു കെമിക്കൽ ഇക്വേഷനിൽ ഫസ്റ്റ് റൺ ഔട്ട് ആയി പോകുന്ന സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. ഒരു കെമിക്കൽ ഒന്നുകൂടെ പറയാം, ഒരു കെമിക്കൽ റിയാക്ഷൻസിൽ ആദ്യം റൺ ഔട്ട് ആയി പോകുന്ന റിയേജന്റ് ഏതാണോ അതിനെയാണ് പറയുന്നത് നമ്മൾ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന്. എന്താണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന്. ഓക്കെ, ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനിലേക്ക് കേൾക്കാം. ഇപ്പൊ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി ഇതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് ഇതാണ്: ഹൗ മെനി മോൾസ് ഓഫ് നൈട്രജൻ ആൻഡ് ഹൈഡ്രജൻ ആർ റിക്വയർഡ് ടു പ്രൊഡ്യൂസ് 6 മോൾസ് ഓഫ് അമോണിയ. അപ്പൊ അതായത് എത്ര മോൾസ് നൈട്രജനും ഹൈഡ്രജനും എനിക്ക് ആവശ്യമുണ്ട് 6 മോൾസ് ഓഫ് അമോണിയ ഉണ്ടാക്കാൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ എഴുതേണ്ടത് എന്താന്ന് വെച്ചാൽ ബാലൻസ്ഡ് ആയിട്ടുള്ള കെമിക്കൽ ഇക്വേഷൻ ആണ്. നമുക്കറിയാം നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്നിട്ടാണ് നമുക്ക് അമോണിയ കിട്ടണേന്ന്. അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ ബാലൻസ് ചെയ്ത് എഴുതണം. ബാലൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ് വെച്ചുള്ളൂ. അപ്പൊ ഞാൻ ആ ഇക്വേഷൻ തന്നെ ഇങ്ങോട്ടേക്ക് ഒന്ന് എടുത്ത് എഴുതിയിട്ടുണ്ട്. ഓക്കെ, കളറൊന്ന് മാറ്റിയേക്കാം പേനയുടെ, നിങ്ങൾക്ക് ഡൗട്ട് ആവണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര മോൾസ് ആണ് നൈട്രജൻ എന്ന് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് മോൾ റേഷ്യോ ഇതിന്റെ നോക്കാം. ഏതാണ് മോൾ റേഷ്യോ? മോൾ റേഷ്യോ എന്താ? മോൾ റേഷ്യോ എങ്ങനെയാ കണ്ടുപിടിക്കണ്ടേ? നമ്മൾ ആ റിയാക്ടന്റെ കോഎഫിഷ്യന്റ് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ മോൾ റേഷ്യോ ഇവിടെ എഴുതുവാണ്. മോൾ റേഷ്യോ എന്ന് പറയുമ്പോൾ ഈ നൈട്രജന്റെ കോഎഫിഷ്യന്റ് ഇവിടെ ഒരു നമ്പറും കിടക്കുന്നില്ല, പക്ഷെ അതിന്റെ അർത്ഥം അവിടെ ഒന്നും ഇല്ല എന്നല്ല, അവിടെ 1 ആണ്. നമ്മൾ കെമിക്കൽ റിയാക്ഷൻസിൽ 1 എന്ന് പറയുന്ന, അതായത് നമ്മൾ കോഎഫിഷ്യന്റ് ഒരിക്കലും 1 എന്ന് നമ്മൾ ഇടാറില്ല, 1 ഒരെണ്ണം ആണെങ്കിൽ മോളിക്യൂൾസിന്റെ കേസിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എഴുതുമ്പോൾ 1 എന്ന് എഴുതിക്കൊള്ളണം. അപ്പം ഇവിടെ നൈട്രജൻ, അതായത് മോൾ റേഷ്യോ ഓഫ് നൈട്രജൻ, ഹൈഡ്രജൻ ആൻഡ് അമോണിയ. ഓക്കെ, മോൾ റേഷ്യോ എന്ന് പറയുന്നത് നൈട്രജൻ മോളിക്യൂൾസ് ആണ്. നൈട്രജൻ മോളിക്യൂൾസ് എത്ര എണ്ണം ഉണ്ട്? ഒരെണ്ണം. 1:, ഹൈഡ്രജന്റെ കേസിൽ 3:, അമോണിയയുടെ കേസിൽ 2. ഇതാണ് മോൾ റേഷ്യോ. സോ ഫസ്റ്റ് നമ്മൾ മോൾ റേഷ്യോ ചെയ്തു. ഇതിന്റെ അർത്ഥം എന്താ മക്കളെ? 1 മോൾ ഓഫ് നൈട്രജൻ മതി, നൈട്രജൻ 3 മോൾസ് ഓഫ് ഹൈഡ്രജന്റെ കൂടെ റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് 2 മോൾസ് ഓഫ് അമോണിയ കിട്ടി. എങ്ങനെയാണ്?
1 mole ഓഫ് നൈട്രജൻ 3 moles ഓഫ് ഹൈഡ്രജന്റെ കൂടെ റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് അമോണിയ കിട്ടി. ഇതാണ് ഇതിൻ്റെ അകത്ത് പറയണേ. ഇവിടെ ഹൈഡ്രജൻ എന്ന് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഹൈഡ്രജൻ എന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതായത് നമ്മൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട അങ്ങനെയാണെങ്കിൽ 6 mole ഓഫ് അമോണിയയിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് നൈട്രജനും ഹൈഡ്രജനും ഉണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാം. അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് നമുക്ക് നൈട്രജന്റെ കേസ് നോക്കാം. ഓക്കെ, ഞാൻ ഇവിടെ എഴുതുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്ക് നൈട്രജന്റെ കേസ് എടുത്ത് നോക്കാം. അതായത് എന്നാണ് ഇവിടെ ഞാൻ നൈട്രജന്റെ ഡിനോട്ട് ചെയ്യുന്നത്. 1 മോള് നൈട്രജന് 1 എന്ന് മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ, മോളെന്ന് എഴുതുന്നില്ല കേട്ടോ. 1 മോൾ ഓഫ് നൈട്രജന് നമുക്ക് എത്രയാണ്? 2 moles ഓഫ് അമോണിയ വന്നു, NH3. ഓക്കെ, 1 moles ഓഫ് നൈട്രജന് 2 moles ഓഫ് അമോണിയ വന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 mole ഓഫ് നൈട്രജന് 2 moles ഓഫ് അമോണിയ വന്നെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട 6 mole ഓഫ് അമോണിയക്ക് എത്ര നൈട്രജൻ വേണം എന്നാണ്. അപ്പോൾ ഇതിന് എത്ര നൈട്രജൻ വേണം എന്ന് നമുക്ക് അറിയില്ല. സോ നമുക്കത് എക്സ് എന്ന് കൊടുക്കാം, അറിയാത്തതുകൊണ്ട്. ഇനി ആ എക്സ് കണ്ടെത്താൻ എങ്ങനെ എഴുതും? നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുണ്ടല്ലേ, ഇങ്ങനെ. സോ 1 into 6 divided by 2 അല്ലേ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചതല്ലേ ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 1 into ഇത് കിട്ടുമ്പോൾ 1 into 6 എത്രയാ? 6 തന്നെ. ഡിവൈഡഡ് ബൈ 2 is equal to 3. അപ്പൊ എന്താണ്? 3 moles ഓഫ് നൈട്രജൻ മതി. 3 moles ഓഫ് നൈട്രജൻ വേണം 6 അമോണിയ കിട്ടാൻ. കഴിഞ്ഞിട്ടില്ല നമുക്ക്. ഇനി ആരെയും കൂടെ നമുക്ക് കണ്ടുപിടിക്കണം, ഹൈഡ്രജന്റെ കേസും കൂടെ കണ്ടെത്തണം. അപ്പൊ ഞാൻ ഇനി ഹൈഡ്രജന്റെ കേസ് പറയുന്നുണ്ട്. എച്ച് എന്ന് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്, ഇവിടെ എഴുതുന്ന യെല്ലോ കളറിൽ എഴുതുന്ന ഹൈഡ്രജന്റെയാണ്. ഓക്കെ, സോ ഈ ഹൈഡ്രജന്റെ കേസിലാണെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ നോക്കിക്കേ. 3 moles ഓഫ് ഹൈഡ്രജൻ വേണ്ടി വന്നു, 3 moles ഓഫ് ഹൈഡ്രജൻ വേണ്ടി വന്നു 2 moles ഓഫ് അമോണിയ പ്രൊഡ്യൂസ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര മോൾസ് ഓഫ്, അത് എനിക്ക് അറിയില്ല. സോ എത്ര മോൾസ് ഓഫ് എക്സ് എന്ന് കൊടുക്കാം. ആദ്യം എക്സ് എന്ന് കൊടുത്തോണ്ട് നമുക്ക് ഇവിടെ വൈ എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എത്ര വൈ എന്ന് ഞാനിപ്പോൾ റെപ്രസെന്റ് ചെയ്യും, നമുക്ക് അറിയില്ല. എത്ര ഇത് വേണ്ടി വരും, ഹൈഡ്രജൻ വേണ്ടി വരും 6 moles ഓഫ് അമോണിയ ഉണ്ടാക്കാൻ. ഓക്കെ, എങ്ങനെ ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, നമുക്ക് അറിയാലോ. അപ്പൊ എങ്ങനെയാ? y is equal to എന്ന് പറയുമ്പോൾ 3 into 6 divided by 2. 3 into 6 എത്രയാ? 18 ആണ്. 18 divided by 2 എന്ന് പറയുമ്പോൾ 9 ആണ്. സോ 9 moles ഓഫ് ഹൈഡ്രജൻ വേണം. 9 moles ഓഫ് ഹൈഡ്രജൻ വേണം നമുക്ക് കിട്ടാൻ, 6 moles ഓഫ് അമോണിയ കിട്ടാൻ. അപ്പൊ ഫൈനൽ ആൻസർ എങ്ങനെയാ വരിക? നൈട്രജൻ 6 moles ഓഫ് അമോണിയ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 moles നൈട്രജനും 9 moles ഹൈഡ്രജനും വേണ്ടി വരും. ഓക്കെ, ഇനി നമുക്ക് കമ്പഷൻ എന്താന്ന് നോക്കാം. അതായത് നമ്മൾ ഇപ്പൊ പലതും വീട്ടിലൊക്കെ കരിയില, അതായത് അപ്പാർട്ട്മെന്റിലൊക്കെ താമസിക്കുന്നവർക്ക് പറ്റില്ലായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് നാട്ടിലേക്കൊക്കെ നിങ്ങൾ പോകുമ്പോൾ കാണാൻ പറ്റും, അല്ലെങ്കിൽ വഴിയിൽ പോകുമ്പോൾ കാണാൻ പറ്റും കുറെ സാധനം കരിയിലൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്നതൊക്കെ. അല്ലെങ്കിൽ എന്ത് സാധനവും എന്ത് കോമ്പൗണ്ടും നമ്മൾ കത്തിക്കുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? ആ പ്രോസസ്, അതായത് എന്ത് വസ്തു നമ്മുടെ ഇവിടെ തീ പിടിക്കണമെങ്കിൽ, അതായത് എർത്ത് അറ്റ്മോസ്ഫിയറിൽ തീ പിടിക്കണമെങ്കിൽ ഓക്സിജൻ ആവശ്യമാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു കുഞ്ഞു തീനാളത്തിന് കംപ്ലീറ്റ് ആയിട്ട് വല്ല ഒരു ഗ്ലാസ് ബൗളും കൊണ്ടും അടച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തീ കെട്ടുപോകും. എന്തുകൊണ്ടാണ്? അവിടെ നിങ്ങൾ ഓക്സിജൻ ബ്ലോക്ക് ചെയ്യുക. അപ്പൊ ഓക്സിജൻ ബ്ലോക്ക് ആകും, അതായത് ഓക്സിജൻ ഇല്ലെങ്കിൽ കത്ത് പിടിക്കില്ല ഒരു വസ്തു. അപ്പോൾ എന്ത് വസ്തു ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് അവിടെ കാർബൺ ഡയോക്സൈഡും വാട്ടറും തരുന്നതിനെയാണ് നമ്മൾ കമ്പഷൻ എന്ന് പറയുന്നത്. ആൻഡ് മോസ്റ്റ് ഓഫ് ഹൈഡ്രോ കാർബൺസ് നമ്മൾ ഫസ്റ്റ്
ചാപ്റ്ററിൽ പഠിച്ചതാണ് എല്ലാം ഹൈഡ്രോ കാർബൺസിനെ പറ്റി. അപ്പോൾ മോസ്റ്റ് ഓഫ് ഹൈഡ്രോ കാർബൺസും ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ വാട്ടറും കൂടിയാണ് തരുന്നത്. അപ്പോൾ ഓക്സിജനായിട്ട് ഏത് വസ്തുവും റിയാക്ട് ചെയ്ത് അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കമ്പഷൻ എന്ന് വിളിച്ചത്. അതിൽ തന്നെ ഹൈഡ്രോ കാർബൺസ് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ വാട്ടറും. ഇവിടെ ഞാൻ അതുപോലെ തന്നെ കമ്പഷൻ ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ മീഥെയിൻ ആകാം, പ്രൊപ്പെയിൻ ആകാം, ബ്യൂട്ടെയിൻ ആകാം, എന്തും ആകാം. ഇവിടെ ഞാനിപ്പോൾ മീഥെയിൻ കാണിച്ചു തന്നിട്ടുണ്ട്. മീഥെയിൻ ഇപ്പോൾ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ വാട്ടറും കിട്ടും. ഇപ്പോൾ ഇത് നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ ബാലൻസ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. അതായത് ഇവിടെ എന്താണ്? 1 മോൾ ഓഫ് മീഥെയിൻ 2 മോള് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് 1 മോള് കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ 2 മോള് വാട്ടറും കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്തിനാണ് ഇങ്ങനെ കമ്പഷൻ നോക്കുന്നത്? നമ്മൾ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയിട, 1 മോള് മീഥെയിന് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1 മോള് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇനി ഇതിന്റെ മാസിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, കാരണം നമ്മൾ പഠിച്ചായിരുന്നു കഴിഞ്ഞ ചാപ്റ്ററിൽ 1 മോൾ എന്ന് പറയുന്നത് മോളിക്യൂളിന്റെ കേസിൽ ഈസ് ഈക്വൽ ടു 1 GMM ആണ്. GMM എന്താ? ഗ്രാം മോളിക്യുലർ മാസ് ആണ്. അങ്ങനെയാണെങ്കിൽ 1 മോൾ മീഥെയിൻ എന്ന് പറയുന്നത് അതിന്റെ മാസിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ, ഗ്രാംസിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ എത്ര വരും? മീഥെയിൻ എത്രയാണ്? കാർബണിന്റെ ഇത് 12 ആണ്. 12 + 4 16 വരും. 16 ഗ്രാം മീഥെയിൻ ചെയ്തപ്പോൾ നമുക്ക് 44 grams ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് എമിറ്റ് ചെയ്തത്. ഇത് 1 ഗ്രാം മീഥെയിൻ്റെ കാര്യമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, കുക്കിംഗ് ഗ്യാസ് എന്ന് പറയുന്ന സാധനം ബ്യൂട്ടെയിൻ ആണ്. C4H10 ആണ് ഈ പറയുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന കുക്കിംഗ് ഗ്യാസ്. ഇതൊക്കെ കത്തിക്കും. ഇതായത് ഒരു സാധാരണ കാർബണിന്റെ ഏറ്റവും വലിയ ലൈറ്റ് എലിമെന്റ് ആയ സാധനം കത്തിക്കുമ്പോൾ തന്നെ 14 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എമിറ്റ് ചെയ്യുക. അപ്പോൾ ഇതിന്റെ 3 times ബിഗർ വാല്യൂ ആയിരിക്കും നമ്മൾ ഒരു വീട്ടിലെ കുക്കിംഗ് ഗ്യാസ് യൂസ് ചെയ്യുമ്പോൾ. എന്തിനാണ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ അപ്പൊ സ്റ്റോഷിയോമെട്രിയിൽ എന്തിനാണ് ഈ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഡസ്ട്രീസ് ഒക്കെ പ്രവർത്തിക്കും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന സാധനം ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസാണ്. അതായത് അന്തരീക്ഷത്തിലൊക്കെ കിടന്ന് അതിങ്ങനെ ഒരിക്കലും പുറത്തേക്ക് പോവില്ല. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഭൂമിയിൽ സൂര്യപ്രകാശം വന്ന് പതിച്ച് അത് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് പോകണം. ഓക്കെ, അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പോവാത്ത പക്ഷം അന്തരീക്ഷത്തിന്റെ താപനില ഉയർന്നു വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഇതെന്താ സൂര്യൻ അടുത്തടുത്ത് വരുവാണോ എന്നൊക്കെ പറയില്ലേ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഹീറ്റ്, അറ്റ്മോസ്ഫിയറിക് ഹീറ്റ് കൂടുന്നതാ. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുന്നതനുസരിച്ച്, കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അത് ഹീറ്റിനെ പുറത്തേക്ക് കടത്തി വീഴില്ല. അങ്ങനെ വരുമ്പോൾ ആ സാധനം ഹീറ്റ് ഇവിടെ തന്നെ നിന്ന് നമുക്ക് ഭയങ്കരമായിട്ട് ചൂട് അനുഭവപ്പെടും. അതിന് കാരണവും അങ്ങനെ. അത് മാത്രമല്ല, കാർബൺ ഡൈ ഓക്സൈഡ് അന്തരീക്ഷത്തിൽ നിറയുന്നതും അത്ര നല്ല കാര്യമല്ല. അങ്ങനെയാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16 grams ഓഫ് ഒരു കുഞ്ഞു മീഥെയിൻ്റെ കാര്യത്തിൽ നമുക്ക് 44 grams ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വരുമ്പോൾ നമുക്ക് എന്താണ്, ഒരു ബ്യൂട്ടെയിൻ ഒക്കെ കത്തിക്കുമ്പോൾ 3 times ലാർജർ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. അതാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഈ കമ്പഷൻ ഇൻഡസ്ട്രിയൽ കാര്യങ്ങളൊക്കെ നിർത്തുന്നതിന്റെ കാരണം. സോഷ്യോമെട്രിക് ഇക്വേഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ കാരണം എത്രത്തോളം സബ്ജക്റ്റ് കിട്ടും എന്നറിയാനാണ്. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഫൈൻഡ് ദ വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ബൈ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് 16 gram ഓഫ് മീഥെയിൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് ഇവിടെ തന്നേക്കുന്നുണ്ട് നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡിന്റെ വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആൻഡ് കംപ്ലീറ്റ് കമ്പഷൻ ആണ് പറഞ്ഞേക്കുന്നത്. കമ്പഷൻ എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ വിത്ത് ഓക്സിജൻ ആണ് കമ്പഷൻ എന്ന് പറയുന്നത്. 16 gram ഓഫ് മീഥെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH4 ആണ്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇക്വേഷൻ എഴുതി നോക്കാം. CH4 കമ്പഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും. ഓക്കെ, നമുക്ക് ഇതിനൊന്ന് ഇക്വേഷനെ ഒന്ന് ബാലൻസ് ചെയ്ത് നോക്കാം. അപ്പൊ ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടെ കാർബൺ 2 സെയിം ആണ്, ഓക്സിജന്റെ എമൗണ്ട് വേറെയാണ്. അപ്പൊ നമ്മളിവിടെ
ഓക്സിജൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഹൈഡ്രജൻ്റെ വാല്യൂ ആഡ് ചെയ്യണം. ഇപ്പോൾ ഈ ഇക്വേഷൻ ബാലൻസ് ആയി. ഇനി നമ്മൾ മോൾ റേഷ്യോ ഇതിൻ്റെ എഴുതണം. മോൾ റേഷ്യോ എഴുതുമ്പോൾ നമ്മൾ ഇത്രയും ടൈം കൺസ്യൂമിങ് ആയിട്ട് മൊത്തം എഴുതണ്ടാവും, എല്ലാത്തിൻ്റെയും വേണ്ട. നമുക്ക് ഇവിടെ ആരെയൊക്കെ അറിഞ്ഞാൽ മതി? നമുക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ചോദിച്ചേക്കുന്നത്. അതും നമുക്ക് തന്നേക്കണം മീഥെയിനാണ്. സോ മീഥെയിന് കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോൾ റേഷ്യോ നമുക്ക് എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ മോൾ റേഷ്യോ എന്താ വരിക? 1 മോള് മീഥെയിൻ, 1 മോൾ മീഥെയിന് എനിക്ക് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് വന്നത്. അപ്പൊ മോൾ റേഷ്യോ വരുന്നത് 1:1 ആണ്. ഇത് ഞാൻ മാസ് കൺസെപ്റ്റിൽ എഴുതുവാണെങ്കിൽ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടുപിടിച്ചു 16 ഗ്രാംസ് മീഥെയിന് എനിക്ക് വരുന്നത് 44 ഗ്രാംസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ എന്നോട് പറഞ്ഞേക്കണത് 16 ഗ്രാംസ് ഓഫ് മീഥെയിൻ ആണെങ്കിൽ 16 ഗ്രാംസ് ഓഫ് മീഥെയിൻ ആണെങ്കിൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് വരും എന്നാണ് എന്നോട് ചോദിച്ചേക്കണേ. അപ്പോൾ 1 മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് പ്രൊഡ്യൂസ് ആകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ മോളിൻ്റെ ഇതനുസരിച്ച് ഇനി ഇതിനകത്ത് നമുക്കപ്പോൾ 1 മോള് കണ്ടുപിടിച്ചു. അപ്പോൾ 1 മോൾ എന്ന് പറഞ്ഞാൽ 16 ഗ്രാം എന്ന് പറഞ്ഞാൽ 1 മോളാണ്. അപ്പോൾ ഈ 1 മോൾ ഇസ് ഈക്വൽ ടു, കഴിഞ്ഞ ഇതിനകത്ത് പറഞ്ഞു വോളിയത്തിന്റെ കേസിൽ നമ്മൾ STPയിൽ നമ്മൾ അതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 1 മോൾ എന്ന് പറയുന്നത് 22.4 ലിറ്റേഴ്സിനോട് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ എത്ര വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് മതി? 22.4 ലിറ്റേഴ്സ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് മതി. ഇതാണ് കമ്പഷൻ. അപ്പൊ തൊട്ട് മുമ്പത്തെ ക്ലാസ്സുകളിൽ നമ്മൾ ഇതോടുകൂടി നമ്മളുടെ ഈ ചാപ്റ്റർ ഇവിടെ തീരുവാണ്. തൊട്ട് മുമ്പത്തെ ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ ഗ്യാസും അതിന്റെ പല സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററും സോളിഡ് ലിക്വിഡ് അതിന്റെ അറേഞ്ച്മെന്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഗ്യാസ് പ്രോപ്പർട്ടീസ് കണ്ടു. അതിൽ 3 ലോസ്, പിന്നെ ഗ്യാസ് ലോസിലേക്ക് പോയി 3 ലോസ് പരിചയപ്പെട്ടു. ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ. ആ കൺസെപ്റ്റ് വെച്ചിട്ട് മോൾ കോൺസെപ്റ്റിലേക്ക് അത് നമ്മൾ ചെയ്തു. മോൾ കോൺസെപ്റ്റിന്റെ 4 ഇക്വേഷൻസ് പറഞ്ഞു. അതിന്റെ കുറച്ച് പ്രോബ്ലംസ് കഴിഞ്ഞ സെഷനിൽ ചെയ്തായിരുന്നു. ആൻഡ് ഈ ലാസ്റ്റത്തിൽ നമ്മൾ ഫോസിൽ ഫ്യൂവൽസിന്റെ കമ്പഷനെ കുറിച്ചും അതുപോലെ തന്നെ മോൾസിന്റെ ആപ്ലിക്കേഷൻസ്, നമ്മൾ പഠിച്ച ഇക്വേഷൻസിന്റെ ഓരോ ആപ്ലിക്കേഷൻ, ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതൊക്കെ നോക്കി. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ മോൾ കോൺസെപ്റ്റ് ഇവിടെ വൈൻഡപ്പ് ആവാണ്. എല്ലാവർക്കും വളരെ നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.